സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കാൽക്കുലേഷൻ സയൻസ് മോഡ്യൂൾ 5 നമ്മൾ കുറച്ച് ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഫുൾ സിലബസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാൽക്കുലേഷൻ പോർഷൻ ആണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാൽക്കുലേഷൻ പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് സയൻസ് പോർഷൻസ് വരുന്നുണ്ട്, അതിനകത്ത് കുറച്ച് കാൽക്കുലേഷൻ പോർഷൻസ് വരുന്നുണ്ട്. അപ്പൊ കാൽക്കുലേഷൻ പോർഷൻ ഞാനൊരു നമ്മളൊരു റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മളതിൽ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു ടോപ്പിക്കുകൾ പറഞ്ഞു പോകാം കേട്ടോ. ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകാം, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. അപ്പൊ അങ്ങനെ ഒരു ഫുൾ ആയിട്ട് നമ്മൾ ആ ഒരു ടോപ്പിക് തന്നെ വെറുതെ എടുത്തു പോവാതെ, കാരണം നമുക്ക് അതിൽ ക്വസ്റ്റ്യൻസ് ആണല്ലോ ചോദിക്കുക. അപ്പൊ അത് ആ ഒരു ടോപ്പിക് തന്നെ വേണ്ടി എടുത്തു പോവാതെ ഞാൻ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞു പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് p/6 - 1/2 = p/4 - p/9. ഇത് പല എക്സാംസിനായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പല നമ്മുടെ കേരള PSC പല എക്സാംസിനായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ചോദിക്കുന്നുണ്ട്. കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് നിന്ന് വരുന്നുണ്ട്. പല എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ടെക്നിക്കലി ഉള്ളതാണ്, മറ്റുള്ള എക്സാംസിന്റെ അല്ല. ടെക്നിക്കലി നമുക്ക് ഇങ്ങനെ ഉള്ള ഈ വർഷം സയൻസ് ആൻഡ് കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂൾ വരുന്ന എക്സാംസിൽ ചോദിച്ചിട്ടുള്ള പല എക്സാംസിനായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനകത്തുള്ള ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇഫ് p/6 - 1/2 = p/4 - p/9. അപ്പൊ നിങ്ങൾ പ്രോബ്ലം നിങ്ങൾ ചെയ്തു നോക്കുക, ചെയ്ത് നോക്കിയിട്ട് ആൻസർ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ പ്രോബ്ലം ചെയ്യാൻ പറ്റാത്തതോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിന്റെ കൂടെ തന്നെ ചോദിച്ചത് ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് വോയിസിൽ പറഞ്ഞാൽ മതി. കമന്റ് ഉണ്ടോ, വോയിസിൽ പറഞ്ഞാൽ മതി. ആൻസർ നിങ്ങൾ വേണമെങ്കിൽ കമന്റിൽ മാർക്ക് ചെയ്തോ, വോയിസിൽ പറഞ്ഞാൽ മതി. ആ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അതിലെന്തെങ്കിലും ക്ലിയർ ആയിട്ട് വരാതിരിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു പ്രോബ്ലം ചെയ്യാനല്ലേ, p/6 - p1/2 = p/4 - p/9 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചെയ്യുമ്പോൾ നമുക്ക് പല മെത്തേഡിൽ ഇപ്പൊ മാത്തമാറ്റിക്കലി നമ്മൾ പറയുമ്പോൾ പല മെത്തേഡുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കുറച്ച് ഫാസ്റ്റ് ടെക്നിക് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഇതിനകത്ത് നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പി ഉള്ള പോർഷൻസ് എല്ലാം ഒരു ഭാഗത്ത് അല്ലെ, മാത്തമാറ്റിക്കലി നമ്മൾ ചെയ്യുമ്പോൾ പി ഉള്ള പോർഷൻസ് എല്ലാം ഒരു ഭാഗത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് LCM മെത്തേഡും ചെയ്യാം. LCM മെത്തേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ ഞാനിതിനകത്ത് ഒന്നുകൂടി ഈസി എന്നുള്ള മെത്തേഡിൽ LCM മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട്, കാരണം നമ്മൾ പി എല്ലാം ഒരു ഭാഗത്തേക്കാക്കി അവിടെയും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് നമുക്ക് തെറ്റിപ്പോകും, ചില തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് LCM മെത്തേഡാണ് നമുക്ക് ഒന്നുകൂടി നല്ലത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, ഇപ്പൊ ഇവിടെ കാരണം LCM HCF നമുക്ക് പറയുന്നുണ്ട് കേട്ടോ, സിലബസിനകത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് അതും കൂടി ഇതിനകത്ത് പഠിച്ചിട്ട് പോവാം, ആ ഒരു ഇതും കൂടി ക്ലിയർ ആയിട്ട് പോവാം. ബട്ട് 6ഉം 2ഉം അതുപോലെ തന്നെ 4ഉം 9ഉം ആണ് ഇവിടെ ന്യൂമറേറ്റർ ആയിട്ട്, അല്ല സോറി ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത് അല്ലെ, ന്യൂമറേറ്റർ ആയിട്ട് ഡിനോമിനേറ്ററിലായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ 6ഉം 2ഉം ഉണ്ട്, 4ഉം 9ഉം ഈക്വൽ ടു രണ്ട് സൈഡ് എടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് ഇതെല്ലാം ഒരു സൈഡിൽ കൊണ്ടുപോകാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു രണ്ട് സൈഡിലാക്കിയിട്ട് തന്നെ പിന്നീട് എന്താ മതി, ഇത് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 6ഉം 2ഉം ആണ് സമയത്ത് അതിന്റെ ഒരു LCM എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം അല്ലെ, 6, 2 നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ എന്ത് ചെയ്യാം, LCM 6 എടുക്കാം. കാരണം അതിന്റെ ഒരു നമ്മൾ LCM എടുക്കുന്ന മെത്തേഡ് അറിയാമല്ലോ, 2, 6 എടുത്താണെന്നുണ്ടെങ്കിൽ അവിടെ LCM കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഇതിനകത്തുള്ള ഹയസ്റ്റ് നമ്പർ ഏതാണോ നോക്കുക, ഹയസ്റ്റ് നമ്പറിനെ നെക്സ്റ്റ് അടുത്ത് വേറെ ഉള്ള നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി. ഉണ്ടെങ്കിൽ അതായിരിക്കും അതിന്റെ LCM എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിനകത്തുള്ള ഹയസ്റ്റ് നമ്പർ 6 ആണ്. ഈ 6നെ നമുക്ക് 2 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതിനകത്തുള്ള LCM എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ ഈ ഒരു 6 ആയിരിക്കും വരുന്നുണ്ടാവും അല്ലെ, 6 ആയിരിക്കും വരുന്നുണ്ടാവും. അപ്പൊ 6 ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ P എന്നും കിട്ടും, ഇവിടെ പിന്നെന്ത് ചെയ്യും, ഈ ഒരു 3യും കിട്ടും അല്ലെ. P-3 എന്നുള്ള ഒരു ഫോമിലേക്ക് അത് മാറി, അത്രയും ആ ഒരു ജസ്റ്റ് ആ ഒരു ഫോമിലേക്ക് മാത്രമായിട്ട് അത് മാറി. ദെൻ ഇവിടെ നമുക്ക് എത്തുന്ന സമയത്ത് ഇവിടെ 4ഉം 9ഉം ആണ്. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് വേറെ ഇതില്ല, നമുക്ക് അറിയുന്നുണ്ടായിരിക്കും 4ഉം 9ഉം കോമൺ ആയിട്ട് നമുക്ക് വേറെ മൾട്ടിപ്പിൾ കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ നമുക്ക് എന്ത് പറയാം, 36 വരുന്നുണ്ടാവും അല്ലെ. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, അല്ല സോറി രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 36 തന്നെ എഴുതാം. 36 ആവുന്ന സമയത്ത് നമുക്ക് അവിടെ കിട്ടുന്നത് നമുക്ക് രണ്ടും കൂടി ചെയ്യുന്ന സമയത്ത് അത് 5p എന്ന് കിട്ടും. അതായത് നമ്മൾ ജസ്റ്റ് പിന്നെ ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ എന്ന മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. രണ്ട് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞല്ലോ, പല മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്യാം.
അതിനകത്ത് ഇത് എൽസിഎമ്മിന്റെ മെത്തേഡ് ഒന്നുകൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആവുകൊണ്ടാണ് അത് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് 2p നമുക്കറിയാലോ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്, അതായത് 2p - 6 ഡിവൈഡ് ബൈ 12 എന്ന് പറഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇതും വരിക, p/9 9p - 4p എന്നാണ് കിട്ടുക. അപ്പൊ ഇവിടെ 5p കിട്ടും. ഇവിടെ വേറെ ഒന്നും ചെയ്യാനല്ല, അതുകൊണ്ട് 5p നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ നമുക്ക് എന്ത് ചെയ്തു കിട്ടി. ഇനിയുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഈ ഒരു ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ രണ്ട് ഈക്വൽ ഓരോ സൈഡിലേക്ക് ആക്കിയിട്ട് മാറ്റിയാൽ മതി. അപ്പൊ അത് ജസ്റ്റ് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് p/6 - 3/6 ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 5p - 36 അല്ലെ, 36 ഈക്വൽ ടു 0 എന്ന് പറയുന്ന സംഖ്യ കിട്ടും. ഇങ്ങനെ 0 എഴുതി കഴിഞ്ഞാൽ ഒന്നും കൂടി ഈസിയാണ്, കാരണം നമുക്കത് പിന്നീട് ചെയ്യുമ്പോൾ വീണ്ടും അവിടെ ഒരു എൽസിഎം നമ്മൾ എടുക്കണം. ഇവിടെ 6ഉം 6ഉം 36ഉം ആണ് കിട്ടുന്നത്. അവിടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം കേട്ടോ. നമുക്ക് p ആവേണ്ട നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളൂ, ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ എടുത്തിട്ട് 6ഉം 6ഉം 36ഉം ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരു 36 ആണ് കിട്ടുന്നുണ്ടാവുക. 36 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 3p - 9 അല്ലെ, 3p ഇവിടെ നമുക്ക് 6 പിന്നെന്ത് കിട്ടും, ഇവിടെ ഒരു 9 കിട്ടും. അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് 5p എന്നും കിട്ടും അല്ലെ, 3pയും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു 9ഉം അതുപോലെ ഇവിടെ ഒരു 5pയും കിട്ടും അല്ലെ, 5pയും കിട്ടും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തുനിന്ന് അത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം കേട്ടോ. സോറി, ഇവിടെ 9 അല്ല, ഇവിടെ 18 ആണ് കിട്ടുക. അതുപോലെ തന്നെ ഇവിടെ കാരണം 36 അല്ല, അപ്പൊ ഇവിടെ 6p ആണ് കിട്ടുക കേട്ടോ, 6p. മനസ്സിലായല്ലോ അല്ലെ. ഇതിനകത്ത് നമ്മൾ എൽസിഎം എടുക്കുമ്പോഴേ 6 6 36 അല്ലേ കിട്ടുക. അപ്പൊ ഇതിനകത്ത് നമ്മൾ എൽസിഎം ഏതാ വരുന്നുണ്ടാവുക, ഏറ്റവും ഹയസ്റ്റ് നമ്പർ 36 ആണ്. 36നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ എൽസിഎം നമ്മൾ എന്ന് പറയുന്നത് എന്താണ്, 36 ആണ്. അപ്പൊ 36 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 6ന്ന് 36ലേക്ക് 6 ആണ് വരുന്നുണ്ടാവുക. അപ്പൊ p × 6, അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യും, 3 × 6 വരും അല്ലെ. അതായത് 6p - 18 - 5p = 0 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ കഴിഞ്ഞു കേട്ടോ, കാരണം ഈ 36 ഇങ്ങോട്ട് വരുന്നോടെ അത് 0 ആയി മാറി. അപ്പൊ അവിടെ ബാക്കി എന്തേ ഉള്ളൂ നമുക്ക്, 6p - 18 - 5p = 0 എന്നായേ ഉള്ളൂ അല്ലെ. ഇനിയിപ്പോ ഇതിൽ നമുക്ക് നോക്കാം, 6p ന്ന് 5p മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വെറും p ഉള്ളൂ. ഈ 18 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് പോസിറ്റീവ് 18 ആയിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് 18 ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മെത്തേഡ് നമ്മൾ എൽസിഎം മാത്രമാണ് ഈ മെത്തേഡിനകത്ത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എൽസിഎമ്മും കൂടി അതിനകത്ത് എടുക്കാനുള്ള ഒരു മെത്തേഡും കൂടി പറഞ്ഞു തന്നേ ഉള്ളൂ. കാരണം നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് എൽസിഎം നമുക്ക് സാധാരണ എൽസിഎം മാത്രമായിട്ട് ഇനി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എൽസിഎം എടുക്കാനുള്ള ഒരു മെത്തേഡ്, എൽസിഎം എടുക്കാനുള്ള മെത്തേഡ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് 3 നമ്പറോ 4 നമ്പറൊക്കെ തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയ നമ്പർ ഏതാണോ നോക്കുക, ആ നമ്പറിനെ ബാക്കിയുള്ള, അപ്പൊ 4 നമ്പർ ആണെന്നുണ്ടെങ്കിൽ ബാക്കി 3 നമ്പർ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൽസിഎം അങ്ങനെ കണ്ടുപിടിക്കാം കേട്ടോ. അതാണ് നമ്മളൊരു മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, എൽസിഎം അവിടെ കണ്ടുപിടിക്കാം. അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്തത്, ഇത് ചെയ്തത് കേട്ടോ. അപ്പൊ അവിടെ നമുക്ക് ആൻസർ 18 എന്ന് കിട്ടി കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് 100 ഡിവൈഡഡ് ബൈ 16 2/3. 100 ഡിവൈഡഡ് ബൈ 16 2/3 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതും നമ്മളെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 100 ഡിവൈഡഡ് ബൈ 16 2/3 എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് അല്ലെ. നമ്മുടെ 3 ഫ്രാക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നമ്മളെ സാധാരണ രീതിയിൽ നമ്മൾ 3 ഫ്രാക്ഷൻസ് ആണ് പഠിക്കാറുള്ളത്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, പ്രോപ്പർ ഫ്രാക്ഷൻ, അതുപോലെ തന്നെ എന്താണ് മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഗ്രേറ്റർ നമ്മൾ സാധാരണയായിട്ട് എന്ത് ചെയ്യാണ്, നമ്മള് 3 രീതിയിൽ അതിനെ പറയാറുണ്ട്. ഇപ്പൊ പ്രോപ്പർ ഫ്രാക്ഷനും പറയാറുണ്ട്, അതുപോലെ തന്നെ ഇംപ്രോപ്പർ ഫ്രാക്ഷനും പറയാറുണ്ട്, അതുപോലെ മിക്സ്ഡ് ഫ്രാക്ഷനും പറയാറുണ്ട് അല്ലെ. ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്ററിന്റെ ഒക്കെ വാല്യൂവിനനുസരിച്ചിട്ട് നമുക്ക് ഈ 3 രീതിയിൽ പറയാറുണ്ട്. അപ്പൊ ഇതിനകത്ത് അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഫ്രാക്ഷനിലെ നമ്മളെ അതിൽ ഇംപ്രോപ്പർ ഏതാണ്, അതുപോലെ തന്നെ പ്രോപ്പർ ഏതാണ്, അതുപോലെ മിക്സഡ് ഏതാണ്. മിക്സഡിനൊക്കെ കൺവേർട്ട് ചെയ്യാനൊക്കെ ചോദിക്കാം. ഇതിനൊക്കെ ഒരു ക്ലാസ് നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിലൊക്കെ സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഒക്കെ അതിനകത്ത് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് എന്താണ് ഇംപ്രോപ്പർ, എന്താണ് പ്രോപ്പർ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. എന്താണ് മിക്സഡ് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഈ കാണുന്നതാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഒരു കോമൺ നമ്പർ ഒരു ഇംപ്രോപ്പറും കൂടി വരുന്ന രീതിയിൽ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 100 ഡിവൈഡ് ബൈ 16 2/3 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ആദ്യം ആ 16 2/3 നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 16 2/3 നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് 16 × 3 അല്ലെ, 16 × 3 48 പ്ലസ് 2 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും അല്ലെ. അതായത്
50/3 എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാം ആൻസർ ആയിട്ട് അവിടെ അതിന് കിട്ടുന്നുണ്ടാവും അല്ലെ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ ശരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മാറി അല്ലെ. എന്തായി ഇപ്പോ 100/50/3 എന്നായി അല്ലെ. 100/53/3. അപ്പൊ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഫ്രാക്ഷനിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിന് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? 100 ഇൻറ്റു നേരെ ഓപ്പോസിറ്റ് എടുക്കുക അല്ലെ. 3/50 എന്ന് എടുക്കുക 3/50 എന്ന് എടുക്കാം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 × 3 6 എന്ന ആൻസർ നമുക്ക് കിട്ടും അല്ലെ. 6 എന്ന ആൻസർ നമുക്ക് കിട്ടും കേട്ടോ. ഫ്രാക്ഷനിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇംപ്രോപ്പർ ആൻഡ് പ്രോപ്പർ, മിക്സഡ് ഫ്രാക്ഷൻ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെയുള്ളത് അതിന്റെ സാധാരണ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ്, അതായത് ഫ്രാക്ഷൻസ് വെച്ചിട്ട് കോമൺ ഫ്രാക്ഷനും അതുപോലെ തന്നെ നമ്മളെ ഡെസിമൽ ഫ്രാക്ഷനും അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നുണ്ടാവുക. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്യുന്നത് ചോദിക്കാം, അതേപോലെ തന്നെ സബ്സ്ട്രാക്ട് ചെയ്യുന്നത് ചോദിക്കാം, മൾട്ടിപ്ലൈ ചെയ്യുന്നത് ചോദിക്കാം, ഡിവൈഡ് ചെയ്യുന്നതും ചോദിക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് ചോദിക്കാം. ഫ്രാക്ഷൻ മാത്രമേ നമ്മളോട് പറഞ്ഞുള്ളതെന്നുണ്ടെങ്കിൽ ഇതിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയ എത്രയാണ്? 6 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി 6 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പൊ ചെയ്യാൻ നമ്മൾ ചെയ്തത് ആദ്യം മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്തു, സാധാരണ ഒരു ഫ്രാക്ഷൻ ആക്കി മാറ്റി അല്ലെ. എന്നിട്ട് അതിന് നമ്മൾ എന്താ ചെയ്തത്, അതിനെ നമ്മള് ഡിവൈഡ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ് മൾട്ടിപ്ലൈ ആണ്. മൾട്ടിപ്ലൈ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആൻസർ നമുക്ക് എന്ത് ചെയ്തു, കിട്ടി കേട്ടോ. പിന്നെ സിംപ്ലിഫിക്കേഷൻ ആണ് അടുത്തത് വരുന്നത്. അടുത്ത സ്റ്റെപ്പായിട്ട് പിന്നെ സിംപ്ലിഫിക്കേഷൻ ആണ് വരുന്നത്. സിംപ്ലിഫിക്കേഷൻ ദെൻ മൾട്ടിപ്ലിക്കേഷൻ. സിംപ്ലിഫിക്കേഷൻ എല്ലാത്തിലും വരണമെന്നില്ല. സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന സിംപ്ലിഫൈ ചെയ്തതിനു ശേഷം മൾട്ടിപ്ലൈ ചെയ്യാം. ആൻസർ തെറ്റാവുക. പിന്നെ നമുക്ക് വലിയ ഇതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. 300/50 എന്നൊക്കെ കിട്ടുള്ളൂ, എന്നാലും നമുക്ക് കിട്ടും. എന്നാലും നമുക്ക് ചില വലിയ ആൻസറിലേക്ക് അല്ലെങ്കിൽ വലിയ സംഖ്യകളിലേക്ക് പോകാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ 6 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ഫ്രാക്ഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ഇതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് മാത്തമാറ്റിക്കലി പ്രോബ്ലം തരാതെ ഇതുപോലെ നമുക്കൊരു വേർഡില് പ്രോബ്ലംസ് ആയിട്ട് തന്നിട്ട് കേട്ടോ. 2/3 ഓഫ് ദ സ്ക്വയർ ഓഫ് എ സർട്ടൈൻ നമ്പർ ഈസ് 96. വാട്ട് ഇസ് നമ്പർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 2/3 അല്ലെ. 2/3 അതായത് 2/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2/3 അല്ലെ. 2/3 ഓഫ് ദ സ്ക്വയർ ഓഫ് എ സർട്ടൈൻ നമ്പർ, അതായത് ഒരു സംഖ്യയുടെ സ്ക്വയറിന്റെ 2/3 എന്ന് പറയുന്നത് 96 ആണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഇതാണ് നമുക്ക് അടുത്തത് വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. എനിക്കറിയാം ഇതെല്ലാം നമുക്ക് ശരിക്കും ഇപ്പൊ ഈ ഒരു ട്രേഡ്സ്മാന്റെ സിലബസ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ. സോറി, നമ്മളെ ഇതിന്റെയൊക്കെ ഒരു സിലബസ് എന്ന് പറയുന്നത് നമുക്കറിയാം ITI ബേസ്ഡ് സിലബസ് ആണ്. ശരിക്കും ITIയിലെ വർഷ ഓഫ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ എന്നുള്ള രീതിയിലുള്ള അവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ. അപ്പോ അവിടെ ശരിക്കും ഈ വർഷ ഓഫ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ പഠിക്കുന്ന ഭാഗമാണ് ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഭാഗം. അപ്പൊ അതിനകത്ത് ചോദിക്കുന്ന ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സാധാരണ നമ്മളെ PSC ചോദിക്കുന്നുണ്ടാവുക. പല എക്സാംസിനും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. മിക്കവാറും ഈ ITI ലെവൽ എക്സാംസിനാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുള്ളത്. അപ്പൊ ഇതെന്താ വരിക, നമ്മളെ എക്സ് സ്ക്വയർ അല്ലെ. എക്സ് സ്ക്വയർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ഇതിനെ ഡിവൈഡ് ചെയ്യാനല്ല വരിക. അപ്പൊ 96/2/3 എന്നാണ് വരിക. അതായത് നമ്മൾ എന്ത് കിട്ടും? 96 × 3/2 അല്ലെ. നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇവിടെ സിംപ്ലിഫൈ ചെയ്യാം. 48 കിട്ടും. 2 ആയിട്ട് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 48 കിട്ടും. 48 × 3 അല്ലെ. 48 × 3 എന്ന് പറയുമ്പോൾ 40 × 3 120, 120 ഒരു 24 കിട്ടും. അതായത് 144 അല്ലെ. 144 അതായത് എക്സ് സ്ക്വയർ ഇസിക്കൽ ടു, നമ്മൾ സ്ക്വയർ റൂട്ട് ഇതിന്റെ കൂടെ പറയുന്നതിനാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് രണ്ടും കൂടെ ഒന്നിച്ചുള്ള ഒരു പ്രോബ്ലം, ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് ചോദിക്കാം. എക്സ് സ്ക്വയർ ഇസിക്കൽ ടു 144 ആണ് എന്നുണ്ടെങ്കിൽ എക്സ് എത്രയായിരിക്കും? എക്സ് എത്രയായിരിക്കും നിങ്ങൾക്ക് അറിയാം അല്ലെ. എത്രയായിരിക്കും? 12 ആയിരിക്കും വരുന്നുണ്ടാവും കേട്ടോ. ഇത് നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച്, അതായത് നമ്മളൊരു നമ്മൾ ക്ലാസ്സുകളിലും പറയുന്നതാണ്, ഒരു 1 to 15 വരെയുള്ള സംഖ്യകളുടെയൊക്കെ സ്ക്വയർ പഠിച്ചു വെക്കുക. കാരണം സ്ക്വയർ റൂട്ട് ആണ് നമുക്ക് പറയുന്നത്. സ്ക്വയർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പെർഫെക്റ്റ് സ്ക്വയറിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് സാധാരണ ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതിന്റെയൊക്കെ ഒരു സ്ക്വയർ റൂട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് തന്നെ സ്ക്വയറും സ്ക്വയർ റൂട്ടും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. അപ്പൊ നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ എഴുതാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്താണ് 144 അല്ല കിട്ടിയിട്ടില്ല. 144 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 110 ആണ് അല്ലെ. പിന്നെ നമ്മൾ അവിടെ സംഖ്യ തന്നിട്ടില്ല. അപ്പൊ 10ന്റെ മേലെയുള്ള സംഖ്യ എന്ന് പറയുന്നത്
100 കഴിഞ്ഞ തൊട്ടടുത്ത് നമുക്ക് 15 ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത്രയും പോവില്ല എന്ന് നമുക്കറിയാം. കാരണം നമുക്കത് 200 മേലേക്ക് പോകും. അപ്പൊ അവിടെ നമുക്ക് പിന്നെ 100-നുള്ളിൽ 100 ആൻഡ് 200-നുള്ളിൽ വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 144. അപ്പൊ നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷനിനകത്ത് 3 ഓപ്ഷൻ ആണ് ഉള്ളത്. ഇനി ഇതിന് ഒരു മെത്തേഡും കൂടി ഉണ്ട്. ഇവിടെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇതും കൂടി നമുക്ക് എടുക്കാം കേട്ടോ. ഇവിടെ കണ്ടോ, ഈ ലാസ്റ്റ് ഡിജിറ്റ് നമ്പേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 144 ആണ്. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ. 144 ആണ്. 6 എപ്പോഴും 36 സ്ക്വയർ വരുള്ളൂ അല്ലെ. 2 ആണെങ്കിൽ എപ്പോഴും എന്തേ വരുള്ളൂ, 4 ആണ് വരിക. ഇവിടെയും 2 ആണ്, അതും 4 ആണ് വരുന്നുണ്ടാവും. ഇത് 4 ആണ്, അത് 6 ആണ് വരുന്നുണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് 144 ആവുന്നതുകൊണ്ട് ഈ 6 നമുക്ക് ഒഴിവാക്കാം, ഈ 6 ഒഴിവാക്കാം. അതായത് ഈ 16-ഉം ഈ 14-ഉം അവിടെ ഒഴിവാക്കാം. പിന്നെ എന്താ ഉള്ളത്, ഒരു 32-ഉം 12-ഉം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അത് 10, 15-നുള്ളിൽ വരുന്ന അല്ലെങ്കിൽ 10-ന് മേലെ വരുന്ന 20-ന്റെ മേലേക്ക് പോവാത്ത. കാരണം ഇനി 20-ന്റെ നോക്കി കഴിഞ്ഞാൽ തന്നെ സിമ്പിൾ അല്ലേ, 20-ന്റെ 400 അല്ല വരിക. 400-ന് മീതേക്ക് പോകുന്ന ഒരു സംഖ്യ അല്ല അവിടെ ഉള്ളത്. അപ്പൊ 20-ന് താഴത്തേക്ക് വരുന്ന ഒരു സംഖ്യയാണ്. നമുക്ക് ഓൾറെഡി അവിടെ ഒരു ലിമിറ്റ് കിട്ടി അല്ലെ. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ. അപ്പൊ ഇത് പ്രോബ്ലം ചെയ്തില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ്. പക്ഷെ എല്ലാതും ഇങ്ങനെ കിട്ടിക്കൊള്ളുന്നില്ല. എന്നാലും നമുക്ക് ഇതിന്റെ പെർഫെക്റ്റ് സ്കോർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഈ ഒരു ഭാഗം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ചെയ്ത ഈ പ്രോബ്ലമാറ്റിക് സൈഡ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ, സ്ക്വയർ റൂട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ അവിടെ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ നോട്ട് ബി ദ യൂണിറ്റ് ഡിജിറ്റ് ഇൻ എ പെർഫെക്റ്റ് സ്ക്വയർ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ നോട്ട് ബി ദ യൂണിറ്റ് ഡിജിറ്റ് ഇൻ എ പെർഫെക്റ്റ് സ്ക്വയർ എന്നാണ് ചോദിച്ചത് കേട്ടോ. സ്ക്വയർ റൂട്ടായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഇതിനകത്ത് ഏതാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയറിന്റെ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പോ നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു എന്താണ് ഈ പെർഫെക്റ്റ് സ്ക്വയറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ഡിജിറ്റ് ആയിട്ട് വരാത്തത് അല്ലെ. അപ്പൊ നമുക്കിവിടെ തന്നിട്ടുള്ളത് 9, 7 അതുപോലെ തന്നെ 5, 1 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സാധാരണയായിട്ട് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയറിന്റെ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത് നമുക്കറിയാം. 10-ന്റെ സ്ക്വയർ നമ്മൾ ചെയ്യുന്ന സമയത്ത് 100 അല്ലേ നമുക്ക് കിട്ടുക. അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് 0 വരാം അല്ലെ, 0 വരുന്നുണ്ടായിരിക്കും. 9-ന്റെ സ്ക്വയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 81 ആണ് വരിക, അതായത് 1-ഉം വരുന്നുണ്ടായിരിക്കും. പിന്നെ ഇപ്പൊ നമ്മൾ ഓൾറെഡി 4 പറഞ്ഞു, 4 വരും എന്നുള്ളത് പറഞ്ഞു അല്ലെ. അതായത് 144 വന്നു. 12-ന്റെ സ്ക്വയർ ആണ് 144, അതുകൊണ്ട് 4-ഉം ഒരു യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരാം. 2-ന്റെ സ്ക്വയർ അതും 4 ആണ് അല്ലെ. അപ്പൊ 4-ഉം ഒരു ഡിജിറ്റ് ആയിട്ട് വരാം. ഇനി 5-ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്, അത് 25 ആണ്. അതുകൊണ്ട് 5-ഉം എന്ത് ചെയ്യാം, ഒരു യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരാം. 25 എന്ന് പറയുമ്പോൾ 5-ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, അവിടെ 5-ഉം വരാം. 6-ന്റെ സ്ക്വയർ 36 ആണ്. അതുകൊണ്ട് 6-ഉം എന്ത് ചെയ്യാം, ഒരു 6-ഉം വരാൻ പറ്റുന്ന ഒരു സംഖ്യയാണ് അല്ലെ. പിന്നെ ഉള്ളത് 9 ആണ് നെക്സ്റ്റ് വരുന്നുണ്ടാവുള്ളൂ. അതിനിടയ്ക്ക് 7-ഉം 8-ഉം എന്ത് ചെയ്യുന്നുണ്ടാവില്ല, വരുന്നുണ്ടാവില്ല. കാരണം 7-ഉം 8-ഉം ഒരു നമ്പർ ആയിട്ട് പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഒരു യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന സംഖ്യ അല്ല കേട്ടോ. അപ്പൊ ഈ കാണുന്ന നമ്പേഴ്സ് ആണ് സാധാരണ ഒരു സംഖ്യയുടെ പെർഫെക്റ്റ് സ്ക്വയർ ഉള്ള അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്ന ഒരു സംഖ്യയുടെ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള കേട്ടോ. ഒരു സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ 144 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലെ. 144 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ. എന്താ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്, ഇതിനൊരു ഡെസിമൽ അല്ലാത്ത നമ്പർ അതിന്റെ സ്ക്വയർ റൂട്ട് ആയിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 144 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 36 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 81 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതിന്റെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഡെസിമൽസ് വരാത്ത രീതിയിൽ ഒരു സ്ക്വയർ റൂട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും അല്ലെ. അതായത് ഒരു നമ്പർ, കോമൺ നമ്പർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, സ്ക്വയർ റൂട്ട് ആയിട്ട് കിട്ടുന്നുണ്ടാവും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതില് വരാൻ ചാൻസ് ഉള്ള യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ നമ്പേഴ്സ് ആണ് 0, 1, 4, 5, 6, 9 എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, വരാം. അപ്പൊ എന്തൊക്കെയാ വരാൻ ചാൻസ് ഇല്ലാത്തത്, ഇതിനകത്ത് ഓൾറെഡി നിങ്ങൾക്ക് ആൻസർ കിട്ടി. 9 നമ്മൾ പറഞ്ഞു, 5 നമ്മൾ പറഞ്ഞു, 1 നമ്മൾ പറഞ്ഞു. അപ്പൊ ആൻസർ നമുക്ക് ഏതായിരിക്കും, 7 ആയിരിക്കും കിട്ടുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇനി ഇതിന് വരാം എന്നുള്ള സംഖ്യകളാണ്, അതായത് പെർഫെക്റ്റ് സ്ക്വയറിന്റെ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരാം എന്നുള്ള സംഖ്യകളാണ് നമ്മളോട് ചോദിച്ചുള്ള ക്യാനോട്ട് ആണ്. അപ്പൊ വരാൻ ചാൻസ് ഇല്ലാത്തത് ഏതൊക്കെയാണ്, ഇതിന് ബാക്കിയുള്ള നമ്പേഴ്സ് നോക്കിയാൽ മതി. 2 വരില്ല അല്ലെ, 2 കഴിഞ്ഞ് 3 വരില്ല, 4, 5 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, 7-ഉം 8-ഉം വരില്ല. അപ്പൊ ഈ 4 നമ്പേഴ്സ് എന്ത് ചെയ്യില്ല, ഒരു സംഖ്യയുടെയും പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഒരു നമ്പറിന്റെ
യൂണിറ്റ് ഡിജിറ്റ് ആവില്ല കേട്ടോ, യൂണിറ്റ് ഡിജിറ്റ് ആവില്ല. അപ്പൊ cannot be എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വരാൻ പാടില്ലാത്തത്, വരാത്തത് ഇതൊക്കെ ആയിരിക്കും. വരുന്നത് എന്താണ് മേലെ കൊടുത്തതായിരിക്കും. അപ്പൊ ഒരു പെർഫെക്റ്റ് സ്ക്വയറിന് യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത് 0, 1, 4, 5, 6, 9 ആൻഡ് വരാത്തത് 2, 3 and 7, 8 കേട്ടോ. ഓർത്ത് വെക്കുക, ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. ഇനി അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഈ സ്ക്വയർ റൂട്ടിലുമായിട്ട് ബന്ധപ്പെട്ട്. സ്ക്വയർ നമ്പർ എൻഡ് ചെയ്യുന്നത് 0, 1, 4, 5, 6, 9 നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അത് യൂണിറ്റ് പ്ലേസ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും. ഒരു സ്ക്വയർ എൻഡ് ചെയ്യുന്നത് 1നും 9നുമാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഇനി ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതന്നെയായിട്ട് സ്ക്വയർ റൂട്ടിൽ ചോദിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഏതെങ്കിലും ഒരു നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് 1 ആണ് എന്നുണ്ടെങ്കിൽ ആ നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് 1 ആണ് എന്നുണ്ടെങ്കിൽ ആ നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ്, അതായത് അതിന്റെ സ്ക്വയർ റൂട്ടിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 1, 9 ആയിരിക്കും. ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഒരു നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ ആ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്, സ്ക്വയർ റൂട്ടിന്റെ പെർഫെക്റ്റ് ഒരു പെർഫെക്റ്റ് നമ്പറിന്റെ സ്ക്വയർ റൂട്ടിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ 9 ആയിരിക്കും. എക്സാമ്പിൾ 81 അല്ലെ. 81 എന്ന് പറയുന്നത് 1 ആണ് യൂണിറ്റ് ഡിജിറ്റ്. ഈ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ്, അതായത് ഈ നമ്പറിന് ഒരു സ്ക്വയർ റൂട്ട് ആക്കി കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ് കിട്ടുന്നത്. ഇത് ഒറ്റ ഡിജിറ്റ് ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ 9 ആണ് കിട്ടുന്നുണ്ടാവും. അതേപോലത്തെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 4ഉം 6ഉം ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 6 ആയിരിക്കും. 4 × 4 16ഉം ആൻഡ് 6 × 6 36 ആണ് വരിക അല്ലെ. അപ്പൊ അത് 4ഉം 6ഉം ആണ് വരുന്നത്, 6 ആണ് വരുന്നുണ്ടാവുക. യൂണിറ്റ് ഡിജിറ്റ് ഓഫ് എ സ്ക്വയർ എനി നമ്പർ വിൽ ബി യൂണിറ്റ് ഡിജിറ്റ് ഓഫ് സ്ക്വയർ ഇറ്റ്സ് ലാസ്റ്റ് ഡിജിറ്റ് അല്ലെ. യൂണിറ്റ് ഡിജിറ്റ് ഓഫ് സ്ക്വയർ എനി നമ്പർ വിൽ ബി യൂണിറ്റ് ഡിജിറ്റ് ഓഫ് സ്ക്വയർ ഇറ്റ്സ് ലാസ്റ്റ് ഡിജിറ്റ്. അതും കൂടി നോക്കി വെക്കാം. ഏതെങ്കിലും ഒരു നമ്പറിന്റെ എന്താണ് യൂണിറ്റ് ഡിജിറ്റ് എടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് സ്ക്വയർ ഇറ്റ്സ് ലാസ്റ്റ് ഡിജിറ്റ് എന്നുള്ളതും കൂടി അതിന്റെ കൂടെ പഠിച്ചു വെക്കാം. പിന്നെ സ്ക്വയർ റൂട്ട് പെർഫെക്റ്റ് സ്ക്വയർ ഈസ് ഓൾവേസ് എ നാച്ചുറൽ നമ്പർ അല്ലെ. അതാണ് നമ്മളിപ്പോ പറഞ്ഞ കാര്യം. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആയിരിക്കും. പിന്നെ പെർഫെക്റ്റ് സ്ക്വയർ വിൽ എൻഡ് വിത്ത് ഈവൻ നമ്പേഴ്സ് ഓഫ് സീറോസ് എന്ന് പറയാം അല്ലെ. കാരണം അത് നമ്മൾ ഇപ്പൊ എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമുക്ക് അറിയാം 40 എന്ന് പറയുന്ന സംഖ്യ, അതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടാവില്ല. കാരണം സീറോയുടെ എണ്ണം 1 ഉള്ളൂ. എന്നാൽ 400 എന്ന് പറയുന്ന സംഖ്യ എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. 10 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, 100 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇവിടെ ആ സീറോസിന്റെ എണ്ണമാണ് പറയുന്നത് കേട്ടോ. പിന്നെ സ്ക്വയർ ഓഫ് ഈവൻ നമ്പേഴ്സ് ആർ ഓൾവേസ് ഈവൻ. ഈവൻ നമ്പേഴ്സിന്റെ സ്ക്വയർ ഈവൻ ആയിരിക്കും. ഇതൊക്കെ വെച്ചിട്ട് ചോദിക്കാം, ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി ഡയറക്റ്റ് ആയിട്ട് ചോദിക്കല്ല ചെയ്യാം. ഇപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത പോലത്തെ പ്രോബ്ലംസ് ആണ് ചോദിക്കുക. ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് താഴെ കാണുന്ന ഏതാണെന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഒക്കെ വന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. പിന്നെ ഒരു നമ്പറിന്റെ ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും. ഒന്നുമില്ല, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള നമ്പർ, ആ നമ്പർ ഒരു ഓഡ് നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാം സ്ക്വയറിന്റെ കാര്യത്തിലാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് സ്ക്വയർ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം സ്ക്വയർ റൂട്ടിനും ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ സ്ക്വയറും സ്ക്വയർ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ്ലി ചോദിക്കാത്ത ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഡെസിമൽസ് വെച്ചിട്ടൊക്കെ ചോദിക്കാം. അല്ലാതെ ചോദിക്കുന്ന ഭാഗങ്ങൾ ഇരുന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. നേരത്തെ നമ്മൾ ചെയ്യുന്ന 144ന്റെ ഒക്കെ സ്ക്വയർ റൂട്ട് എത്ര എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും നോക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു സബ്സ്ട്രാക്ട് 4a - 7ab + 3b + 12 from a 12a - 9ab + 5b - 3 then the answer is എന്നാണ് ചോദിച്ചത് അല്ലെ. നമ്മൾ ഓൾജിബ്രിക് കാൽക്കുലേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ നോക്കിയിട്ടുള്ളത്. രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 4a - 7ab + 3b + 12, അതേപോലെ തന്നെ 12a - 9ab + 5b - 3 അല്ലെ. ഈ രണ്ട് നമ്പറും കൂടെ സബ്സ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോഴേ സാധാരണ നമ്മൾ ആഡ് ചെയ്യൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് ആഡ് ചെയ്ത് പോകാം. പക്ഷെ സബ്സ്ട്രാക്ട് വരുമ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് വായിച്ചു നോക്കുക. അതായത് ഇപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് വി സബ്സ്ട്രാക്ട് 4a - 7ab + 3b + 12 ഫ്രം
എന്തെന്നാണ് ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നേരെ തിരിച്ചെഴുതരുത്. അതായത് 12a മൈനസ് 9ab പ്ലസ് 5b മൈനസ് 3യിൽ നിന്നും എന്ത് സബ്സ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? 4a മൈനസ് 7ab പ്ലസ് 3b പ്ലസ് 12 സബ്സ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഈ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴേ ഇനിയിപ്പോ ഇവിടെ സിമ്പിൾ ഇട്ടിട്ട് നമ്മൾ ആ നമ്പർ എഴുതിയിട്ട് ഉണ്ടെങ്കിൽ ആ നമ്പർ എഴുതേണ്ടത് ഒരു ബ്രാക്കറ്റിനുള്ളിലായിട്ട് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അല്ലെ. നമ്പർ നമ്മൾ എഴുതി ഇത് ഒരു ബ്രാക്കറ്റിനുള്ളിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, എങ്കിൽ നമുക്ക് തെറ്റിപ്പോ അല്ലെ, കാരണം സബ്സ്ട്രാക്ട് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്താ കിട്ടുക? ഇവിടെ 12a ഉണ്ട്, ഇത് നമുക്ക് ഇവിടെ ആ ഒരു മൈനസ് ചെയ്യണം കേട്ടോ. അപ്പൊ 12aയും അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഫസ്റ്റ് പാർട്ട് ഓരോ പാർട്ടായിട്ട് ഞാൻ ചെയ്യാണ്. എ വരുന്ന ഒരൊറ്റ പാർട്ട് മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലെ, 4a ആണ്. അത് പ്ലസ് 4a ആയിരുന്നു, പക്ഷെ ഇവിടെ മൈനസ് വരുന്നതുകൊണ്ട് മൈനസ് 4a ആയിട്ട് മാറി. അപ്പൊ നമുക്ക് എത്ര കിട്ടാം? 8a എന്ന് കിട്ടി അല്ലെ. എയുടെ വേറെ പാർട്ടൊന്നുമില്ല, പിന്നെ ഉള്ള എ പാർട്ട് ab ആണ് അല്ലെ. നെക്സ്റ്റ് രണ്ടാമത്തെ പാർട്ട് വരുന്നത് മൈനസ് 9ab ആണ് ഇവിടെ വരുന്നത്. ഇവിടെ അത് മൈനസ് ഉണ്ട്, ഇവിടെയും ഒരു മൈനസ് ഉണ്ട്. അപ്പൊ മൈനസ് മൈനസ് എടുക്കുമ്പോൾ പ്ലസ് 7ab വരും അല്ലെ. ab-യുടെ ഒറ്റ പാർട്ടേ ഉള്ളൂ, ഡയറക്റ്റ് ആയിട്ടാ വന്നിട്ടില്ല കേട്ടോ. ബാക്കിയെല്ലാം ജസ്റ്റ് പാർട്ട് തരേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. അപ്പൊ 9ab മൈനസ് 9ab പ്ലസ് 7ab എന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അവിടെ മൈനസ് 2ab ആണ് വരിക അല്ലെ. അത് നമ്മൾ മൈനസ് 2ab ആണ് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് മൂന്നാമത്തെ നമ്മുടെ പാർട്ട് മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ 5b ആണ് അല്ലെ. 5bയിലെ 5b ഇവിടെ മൈനസ് വരുമ്പോൾ 3b മൈനസ് 3b അവിടെ എന്താ കിട്ടുക? 2b എന്ന് കിട്ടും അല്ലെ. 2b. ഇനി അടുത്തത് എന്താണ്? ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മൈനസ് 3 മൈനസ് പ്ലസ് 12 ആണ് അല്ലെ. അപ്പൊ മൈനസ് 12 എന്ന് കിട്ടും. അപ്പൊ മൈനസ് 15 ആൻസർ കിട്ടും അല്ലെ. മൈനസ് 15 ആൻസർ കിട്ടും. അപ്പൊ 4 പാർട്ട് കിട്ടി. 8a മൈനസ് 2ab 2b മൈനസ് 50 അല്ലെ. ഓപ്ഷൻ സി. 8a മൈനസ് 2ab പ്ലസ് 2b മൈനസ് 50 കേട്ടോ. നമ്മൾ ഓരോ പാർട്ടായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി 8യുടെ പാർട്ട് ഇനിയും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി അതിന്റെ കൂടെ ഉൾപ്പെടുത്തണം കേട്ടോ. ഓരോന്നായിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഇനി ഏതെങ്കിലും 8യുടെ ഒക്കെ പാർട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. അപ്പൊ 8a മൈനസ് 2ab മൈനസ് 2b പ്ലസ് 2b ആൻഡ് മൈനസ് 15 ആണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും കേട്ടോ. ക്ലിയർ ആയ ഓരോ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം? ചെയ്തു നോക്കുക, തെറ്റിക്കാതെ. ഇനിയിപ്പോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ എഴുതാം കേട്ടോ. നമ്മൾ ഓരോ പാർട്ട് ഇങ്ങനെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതാം. നേരെ താഴത്തായിട്ട് തന്നെ എഴുതാം. നമ്മൾ ഈ സാധാരണ മൈനസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എഴുതി ചെയ്യാം അല്ലെ. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ സിമ്പൽ കൊടുക്കുമ്പോൾ, അതായത് പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്ത് മാറിപ്പോകരുത്. കാരണം അവിടെ ആ ഒരു സിമ്പൽ മാറുന്നുണ്ട്, അതും കൂടി നോക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പോസിറ്റീവ് സംഖ്യ ആണോ നെഗറ്റീവ് സംഖ്യ ആണോ എന്ന് നോക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ സിംപ്ലിഫൈഡ് വാല്യൂ ഓഫ് 3x പ്ലസ് 15 ഡിവൈഡ് ബൈ 5x പ്ലസ് 25 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു സിംപ്ലിഫൈഡ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സിംപ്ലിഫൈഡ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. 3x പ്ലസ് 15 ഡിവൈഡഡ് ബൈ 5x പ്ലസ് 25 കേട്ടോ. ചെയ്തു നോക്കണേ, നിങ്ങൾ ചെയ്തു നോക്കുക. അതുപോലെ തന്നെ ആൻസർ ഒക്കെ മാർക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ചെയ്യാൻ പറ്റാത്ത ഡൗട്ട് ഉണ്ട് ഞാൻ പറഞ്ഞ് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ചോദിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് പോവാ. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ കിട്ടണ്ടേ? സിംപ്ലിഫൈ ചെയ്യാം അല്ലെ. സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കോമൺ ആയിട്ടുള്ള സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഇവിടെ 3x പ്ലസ് 15 ആൻഡ് ഡിവൈഡ് ബൈ 5x പ്ലസ് 25 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് സംഖ്യ എന്ന് പറയുമ്പോൾ 3x, അതിനകത്ത് 3 ഉണ്ട്. അതേപോലെ തന്നെ 15ലും 3 വരുന്നുണ്ട് അല്ലെ. അതായത് 5 ടൈംസ് 3 വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? 3 ഇൻറ്റു എക്സ് പ്ലസ് 5 അല്ലെ. നമ്മൾ ആ ഒരു 15 3 പുറത്തേക്ക് എടുത്തു, 3x നിന്നും 3 പുറത്തേക്ക് എടുത്തു. ഇനി അടുത്തത് 5x പ്ലസ് 25 ആണ്. അതിൽ നിന്നും 5 പുറത്തേക്ക് എടുത്തു. അപ്പൊ അവിടെ എന്താ ഉള്ളത്? എക്സ് ഉണ്ട്. 25 5 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഒരു 5 ഉണ്ട് അല്ലെ. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ സിമ്പിൾ ആയിട്ട് ഇതിനെ കഴിഞ്ഞു. കാരണം ഇനിയുള്ള സ്റ്റെപ്പ് എന്താണ്? എക്സ് പ്ലസ് 5 ആണ്, ഇവിടെ എക്സ് പ്ലസ് 5 ആണ്. രണ്ട് സൈഡിലും, അതായത് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഒരേ നമ്പർ ആണ് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് വെട്ടിപ്പോയി ഇല്ലേ. നമ്മളെ സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് 3/5 ആയിരിക്കും കേട്ടോ. 3/5 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അതായത് 3 ഇൻറ്റു എക്സ് പ്ലസ് 5 ഡിവൈഡ് ബൈ 5 ഇൻറ്റു എക്സ് പ്ലസ് 5 ചെയ്ത് കഴിഞ്ഞാൽ, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3/5 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം അല്ലെ. നെക്സ്റ്റ്,
വാട്ട് ഇസ് മൾട്ടിപ്ലിക്കേഷൻ വാല്യൂ ഓഫ് 5 സ്ക്വയർ ബി ഇൻറ്റു 8 എ റൈസ് ടു 5 ബി റൈസ് ടു 3 കേട്ടോ, അല്ലെങ്കിൽ ബി ക്യൂബ് എന്നാണ് ചോദിച്ചുള്ളത്. മൾട്ടിപ്ലിക്കേഷൻ വാല്യൂ ആണ് ചോദിച്ചുള്ളത്, മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഖ്യ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവിഷൻ ചെയ്യുക, പിന്നെ നമ്മള് ഇതിൽ കേട്ടോ നമ്മൾ ആൾജിബ്രിക്കിലും നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രാക്ഷന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ വരും കേട്ടോ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഡിവൈഡ് ചെയ്യാനുള്ളതും അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് ആഡ് ചെയ്യാനുള്ളതും സബ്സ്ട്രാക്ട് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ നോക്കി അല്ലെ. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരും. ആഡ് ചെയ്യാനുള്ള നമ്മൾ നോക്കിയില്ല, ആഡ് ചെയ്യാനുള്ള നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, സബ്സ്ട്രാക്ട് ചെയ്താൽ പോലെ തന്നെ ആഡ് ചെയ്താൽ മതി. അപ്പൊ അവിടെ നമുക്ക് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. അതെങ്ങനെ ആഡ് ചെയ്യാൻ പറഞ്ഞാലും രണ്ടും നമ്മൾ ഡയറക്റ്റ് ആയിട്ട്, കാരണം നമ്മൾ പ്ലസ് ആയിട്ട് മൾട്ടിപ്ലൈ ഇൻറ്റു ആ ഒരു പ്ലസും മൈനസും കൂടി എടുക്കുന്ന സമയത്ത് അവിടെ വലിയ മാറ്റമൊന്നും വരില്ലല്ലോ. അതുകൊണ്ട് അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ എടുത്താൽ മതി കേട്ടോ. പക്ഷെ ഇവിടെ സബ്സ്ട്രാക്ട് വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് 5 എ സ്ക്വയർ ബി ഇൻറ്റു 8 എ റൈസ് ടു 5 ബി റൈസ് ടു 3 അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഇത് ചെയ്യുമ്പോഴേ നമുക്ക് സാധാരണ നമ്മളിപ്പോ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഓൾജിബ്രിക് ഇക്വേഷനിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓൾജിബ്രിക് ഇക്വേഷൻ അല്ല, ഓൾജിബ്ര നമ്മൾ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 5ഉം 8ഉം അത് നമ്മുടെ നോർമൽ വാല്യൂസ് ആണ്. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 8 × 5 40 അത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് റൈസ് ടു, അതായത് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ നമ്മൾ പഠിച്ചതാണ് അല്ലെ. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക, എ റൈസ് ടു എം പ്ലസ് എൻ എന്നാണ് വരിക അല്ലെ. അതേപോലെ തന്നെ എ റൈസ് ടു എം ഡിവൈഡ് ബൈ എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക, എ റൈസ് ടു എം മൈനസ് എൻ എന്നാണ് വരിക അല്ലെ. നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ആണിത്. അപ്പോ ഇത് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതായത് ഇവിടെ എ സ്ക്വയർ ഇൻറ്റു എന്താണ് എ റൈസ് ടു 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് പറഞ്ഞിട്ടുള്ള എന്താണ്, ബി റൈസ് ടു 1 ഇൻറ്റു ബി റൈസ് ടു 3 എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതായത് ബി ക്യൂബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ 40 വന്നു. എ റൈസ് ടു 2, അതായത് എ സ്ക്വയർ ഇൻറ്റു എ റൈസ് ടു 5. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എ റൈസ് ടു 7 എന്ന് കിട്ടും അല്ലെ. അതായത് 5ഉം 2ഉം കൂടെ ആഡ് ചെയ്തു, എ റൈസ് ടു 7 എന്ന് കിട്ടി. ഇവിടെ ബി റൈസ് ടു 1ഉം അതുപോലെ തന്നെ ബി റൈസ് ടു 3 ആണ് വരുന്നത്. അത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ബി റൈസ് ടു 4ഉം കിട്ടും അല്ലെ. 3 + 1 4ഉം കിട്ടും. അതായത് 40 എ റൈസ് ടു 7 ബി റൈസ് ടു 4 എന്നുള്ള ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാം. അതായത് 40 എ റൈസ് ടു 7 ബി റൈസ് ടു 4 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 14x + 3y + 25x + 25y കേട്ടോ. ഇതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 14x + 3y + 25x + 2y എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം അല്ലെ. നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ആഡ് ചെയ്യാൻ പറയുമ്പോൾ ഒരേപോലെ ഉള്ളത് വെച്ച് നമ്മൾ ആഡ് ചെയ്യുക. അതായത് ഒരേപോലെയുള്ള വേരിയബിൾസ് വരുന്നത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പൊ 14x ഉണ്ട്, പിന്നെ എക്സിന്റെ 25 ആണുള്ളത്. അപ്പൊ 25x, പിന്നെ ഇവിടെ ഒരു 3y, ഇവിടെ ഒരു 2y അല്ലെ. അപ്പൊ നമുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് 14ഉം 25ഉം നമുക്ക് എന്ത് കിട്ടും, 39x എന്ന് കിട്ടും. ഇവിടെ ഒരു 3ഉം ഇവിടെ ഒരു 2ഉം, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 5y എന്ന് കിട്ടും അല്ലെ. അതായത് 39x + 5y എന്ന് പറയുന്ന ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവും കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ നമുക്ക് ഓരോ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് ഓൾജിബ്രിക് ഇക്വേഷൻസ് പ്രോബ്ലംസ് കൂടുതലായിട്ടും വരുന്ന ഭാഗം. നമ്മളിപ്പോൾ ഓൾറെഡി കൂടുതലും വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പിന്നെ ഇക്വേഷൻ ബേസ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാം, അത് നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ a+b² എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് വരാൻ ചാൻസ് കുറവാണ്. എന്നാൽ അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം ഡയറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അതും കൂടി കൂടെ പഠിച്ചു വെക്കാം. പിന്നെ ഉള്ളത് നമ്മൾ പറഞ്ഞ 4 മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസും വെച്ച് സോൾവ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഇത് 4ഉം വരുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാം കേട്ടോ. അതിലെ അഡീഷനും സബ്സ്ട്രാക്ഷനും ചെയ്യുമ്പോൾ ഒരേ വേരിയബിൾ ഉള്ളത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരേ വേരിയബിൾ നോക്കണം എന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ വരുന്ന വേരിയബിൾസ്, കോമൺ നമ്പേഴ്സ് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അവിടെ 39x + 5y എന്ന് പറയുന്നതായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവും അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ,
നെക്സ്റ്റ് നമ്മളൊരു ലിവറിന്റെ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദ സിമ്പിൾ ലിവർ ഇൻ വിച്ച് ദ എഫേർട്ട് ആൻഡ് ലോഡ് ആക്ട് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഫൾക്രം ബട്ട് ലോഡ് ആക്ടിംഗ് ദ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ദാൻ ദ എഫേർട്ട് ഈസ് നോൺ ആസ്. ഇതിന് ആൻസർ ഏതായിരിക്കും വരുന്ന? ലിവർ ഓഫ് ഫസ്റ്റ് ഓർഡർ, ലിവർ ഓഫ് സെക്കൻഡ് ഓർഡർ, ലിവർ ഓഫ് തേർഡ് ഓർഡർ ആൻഡ് ലിവർ ഓഫ് ഫോർത്ത് ഓർഡർ അല്ലെ? ആൻസർ വന്ന് പെട്ടെന്ന് വോയിസിൽ പറയാമോ? ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഇൻ എ സിമ്പിൾ ലിവർ വിച്ച് ദ എഫേർട്ട് ആൻഡ് ലോഡ് ആക്ട് ഓൺ ദ സെയിം സൈഡ് അല്ലെ? സാധാരണ നമ്മൾ പറയുന്നതിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് എഫേർട്ടും ലോഡും സെയിം സൈഡിലാണ്, സൈഡ് ഓഫ് ദ ഫൾക്രം, ഫൾക്രത്തിന്റെ സെയിം സൈഡിലാണ് വരുന്നത്. സെയിം സൈഡ് എന്ന് പറഞ്ഞാൽ ഫൾക്രം കഴിഞ്ഞിട്ടാണ് എഫേർട്ടും ലോഡും വരുന്നുണ്ടാവുക. ബട്ട് ലോഡ് ആക്ടിങ് അറ്റ് എ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ദാൻ ദ എഫേർട്ട്. ലോഡ് ആക്ട് ചെയ്യുന്നത് ഗ്രേറ്റർ ഡിസ്റ്റൻസ് ദാൻ ദ എഫേർട്ട്. എഫേർട്ടിൽ നിന്നും ഗ്രേറ്റർ ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്യുന്നത്? ലോഡ് ആക്ട് ചെയ്യുന്നത് അല്ലെ? അതായത് നമ്മളെ സാധാരണ ലോഡ് ആം, എഫേർട്ട് ആം എന്നൊക്കെ പഠിക്കല്ലോ. ഇതൊക്കെ ലോഡ് ആം, എഫേർട്ട് ആം ഒക്കെ നമ്മൾ എവിടെ നിന്ന് എടുക്കുക? ലോഡ് ആം, എഫേർട്ട് ആം ഒക്കെ നമ്മൾ എവിടെ നിന്ന് വെച്ചിട്ടാണ് എടുക്കുന്നത്? ഫൾക്രത്തുനിന്ന് ലോഡിലേക്കുള്ളതും ഫൾക്രത്തുനിന്ന് എഫേർട്ടിലേക്കുള്ളത് അല്ലെ? ഇവിടെ പറഞ്ഞ രീതിയിലാണെങ്കിൽ ലോഡ് ആക്ടിങ് അറ്റ് ഗ്രേറ്റർ ഡിസ്റ്റൻസ്, അതായത് ലോഡ് ആം എഫേർട്ട് ആമിനേക്കാൾ കൂടുതലാണ് അല്ലെ? പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കി വെക്കാം. ഒരു സൈഡിൽ ഫൾക്രം ഉണ്ട്, ഫൾക്രത്തുനിന്ന് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സൈഡിൽ ഫൾക്രം ഉണ്ട് കേട്ടോ. ഇത് ഫൾക്രം ആണെന്ന് കരുതുക. ഫൾക്രത്തിന്റെ സെയിം സൈഡിൽ, അതായത് ഈ സൈഡിൽ തന്നെ നമ്മളിപ്പോ ഈ ഒരു സൈഡിൽ ഇവിടെ ഫൾക്രം എടുത്തു എന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ തന്നെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ലോഡും എഫേർട്ടും വരുന്നുണ്ട്. പക്ഷെ ലോഡ് ആക്ടിങ് അറ്റ് ഗ്രേറ്റർ ഡിസ്റ്റൻസ് ദാൻ എഫേർട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എഫേർട്ടിനേക്കാൾ ഗ്രേറ്റർ ഡിസ്റ്റൻസിലാണ് ലോഡ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ എഫേർട്ട് ആയിരിക്കും. അതായത് എഫേർട്ട് ആമിനേക്കാൾ, ഇതാണ് ഇപ്പൊ നമ്മളെ എഫേർട്ട് ആം എന്ന് പറയുന്നത്. എഫേർട്ട് ആം എന്ന് പറയുന്നത് ഇതാണ് ലോഡ് ആം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ എഫേർട്ട് ആമിനേക്കാൾ നമുക്ക് എന്താണ്? ലോഡാണ് കൂടുതൽ വരുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു നമ്മളിപ്പോ വരച്ച ചിത്രം കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് കറക്റ്റ് വരുന്നത് അല്ലെ? നമ്മുടെ ഫൾക്രം ഇവിടെ വരുന്നുണ്ട്, ഇവിടെ ഫൾക്രം വരുന്നുണ്ട്. ഫൾക്രത്തുനിന്ന് എഫേർട്ട്, അതായത് എഫേർട്ടും ഫൾക്രത്തുനിന്ന് ലോഡും രണ്ടും സെയിം സൈഡിലാണ് വരുന്നത്. ഫൾക്രം ടു എഫേർട്ട് ആൻഡ് ഫൾക്രം ടു ലോഡ്. അപ്പൊ ഇതാണ് നമ്മൾ എഫേർട്ട് ആം എന്ന് പറയുന്ന സാധനം, ഇതാണ് നമ്മൾ ലോഡ് ആം എന്ന് പറയുന്ന സാധനം. അപ്പൊ എഫേർട്ട് ആമിനേക്കാൾ വലുതാണ് ലോഡ് ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സെന്ററിൽ വരുന്നുണ്ടാവുക? എഫേർട്ട് ആയിരിക്കും സെന്ററിൽ വരുന്നുണ്ടാവുക. എഫേർട്ട് സെന്ററിൽ വരുന്നുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് ലിവർ ആണ്? തേർഡ് ഓർഡർ ലിവർ ആണ് കേട്ടോ. പഠിച്ചു വെക്കുക, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. നിങ്ങൾ പഠിച്ചു വെക്കുമ്പോൾ നമ്മൾ ഇപ്പൊ പഠിച്ച ഇൻ ബിറ്റ്വീൻ ആയിട്ടല്ലേ? ഫൾക്രം സെന്ററിൽ വരികയാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ ലിവർ, എഫേർട്ട് സെന്ററിൽ വരികയാണെന്നുണ്ടെങ്കിൽ തേർഡ് ഓർഡർ ലിവർ, ലോഡ് ആണ് സെന്ററിൽ വരുന്നതെന്നുണ്ടെങ്കിൽ സെന്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു ഇൻ ബിറ്റ്വീൻ, രണ്ടിനും ഇടയിലാണ് കേട്ടോ. സെന്റർ എന്ന് പറയുമ്പോൾ കറക്റ്റ് സെന്ററിലാണെന്നൊന്നുമില്ല. ഇൻ ബിറ്റ്വീൻ ആയിട്ട് ലോഡ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് സെക്കൻഡ് ഓർഡർ ലിവർ. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് പറഞ്ഞത് അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ഒരു ചിത്രം തരുന്ന പോലെ വരച്ച് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നു. എന്നിട്ടായിരുന്നു ആ ഒരു ഓർഡർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് കാര്യമാണ്, നമ്മളൊരു ഓർഡർ മനസ്സിലാക്കാനുള്ള രീതിയിലാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. ഇവിടെ എന്താണ്? ലിവർ ഓഫ് തേർഡ് ഓർഡർ ആണ് വരുന്നുണ്ടാവും കേട്ടോ. നെക്സ്റ്റ്, സ്മാളസ്റ്റ് ഫ്രാക്ഷൻ എമൗണ്ട് ദ 3/5, 2/3, 5/6 ആൻഡ് 7/10 ഈസ് എന്നാണ് ചോദിച്ചത് അല്ലെ? സ്മാളസ്റ്റ് ഫ്രാക്ഷൻ എമൗണ്ട് ദ ഈ 4 ഫ്രാക്ഷൻസിൽ ഏതായിരിക്കും ഏറ്റവും സ്മാളസ്റ്റ് ഫ്രാക്ഷൻ? ഇതിപ്പോ 4 ഒന്നും വരണമെന്നില്ല. നമ്മളൊരു എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം 2 എണ്ണൊക്കെ നമുക്ക് വരുള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് ജസ്റ്റ് എങ്ങനെ മനസ്സിലാക്കാന്നുള്ള രീതിയിൽ 4 ഇവിടെ കൊടുത്തു എന്നുള്ളൂ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അത് കുറച്ചും കൂടെ ഒരു നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവലിൽ എക്സാംസിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതില് നമുക്ക് 2 എണ്ണൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ. അപ്പൊ ഇതിനകത്ത് സ്മാളസ്റ്റ് ഏതാണ് കണ്ടുപിടിക്കാന് സാധാരണ ഇതിലിപ്പോ എങ്ങനെ ഒരു ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്മാളസ്റ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് അറിയാം. അതിന്റെയൊക്കെ ഡെസിമൽ ഫ്രാക്ഷൻസ് നമ്മൾ കണ്ടുപിടിച്ച് അതിൽ ഏതാണ് സ്മാളസ്റ്റ് നമ്മൾ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ന്യൂമറേറ്റർ ഒരുപോലെ ആക്കിയിട്ട് അതിന് നമുക്ക് സ്മാളസ്റ്റ് ഫ്രാക്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ അതല്ലാതെ ഉള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പറയുന്ന ഒരു മെത്തേഡാണ്. നമ്മുടെ ജനറൽ PSC ഒക്കെ നമ്മൾ ഒരുപാട് നിങ്ങൾ ക്ലാസ്സുകളിലൊക്കെ ജനറൽ PSC ഒക്കെ ഭാഗങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. RRBയുടെ ഭാഗങ്ങൾ എക്സാംസിലൊക്കെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അറിയുന്ന ഒരു മെത്തേഡ് ആയിരിക്കും. ഇത് ഇങ്ങനത്തെ സംഖ്യകളിൽ സ്മാളസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമുക്കറിയാം 3/5 ആൻഡ് 2/3 അല്ലെ? 2 നമ്പർ നമ്മൾ കൺസിഡർ ചെയ്തു. 2 നമ്പർ കൺസിഡർ ചെയ്തിട്ട് ഇത് നമ്മളൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 3, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് 3 × 3 ആണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് 3 × 3. 3 × 3 ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ എത്ര കിട്ടുക? 9 കിട്ടി അല്ലെ? അടുത്തത് നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ആണ്.
5 into 2. 5 into 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 10 കിട്ടി. അപ്പൊ ഇതിനകത്ത് 9ഉം 10ഉം കിട്ടി. 9 നമ്മൾ എഴുതുന്നത് നോക്കണം കേട്ടോ. 3 into 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ 3യുടെ മേലെയായിട്ടാണ് എഴുതിയത്. 5 into 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ 2ന്റെ മേലെയായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പർ ഏതാണ്? 9 ആണ് ചെറിയ നമ്പർ അല്ലെ. നമ്മളിപ്പോ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ സ്മാളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ചെറിയ നമ്പർ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് വലിയ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ, ഹൈയസ്റ്റ് നമ്പർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 10 ആയിരുന്നു. അപ്പൊ ആ 9ന് താഴെയുള്ള നമ്പർ ഏതാണ്? ഇപ്പൊ ഈ രണ്ട് നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 3/5 ആണ് ഇതിനകത്തുള്ള സ്മാളസ്റ്റ്. ഈ രണ്ട് നമ്പറിനകത്തുള്ളൂ കേട്ടോ. അതായത് ഈ ഫസ്റ്റ് രണ്ട് നമ്പറാണ് നമ്മൾ കൺസിഡർ ചെയ്തത് അല്ലെ. അപ്പൊ അതിന് സ്മാളസ്റ്റ് 3/5 ആണ് അല്ലെ. ഇനി നമുക്ക് അടുത്തൊരു നമ്പർ കൺസിഡർ ചെയ്യാം, 5/6. 5/6 വീണ്ടും നമ്മൾ ചെയ്ത് അതേ മെത്തേഡ് തന്നെ ചെയ്യാണ്. നമ്മൾ എന്ത് ചെയ്തു? 3ഉം 6ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തു. 3ഉം 6ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 18 എന്ന് കിട്ടി. ആൻഡ് 5ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 25 എന്ന് കിട്ടി അല്ലെ. 25 എന്ന് കിട്ടി. അപ്പൊ ഇതിനകത്ത് വീണ്ടും നമ്മുടെ സ്മാളസ്റ്റ് ഏതാണ്? 18 ആണ്. അപ്പൊ വീണ്ടും അതിന്റെ താഴെയുള്ള നമ്പർ ആണ് ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ട് വരുന്നത് 3/5. വീണ്ടും നമുക്ക് ഒരു സംഖ്യയും കൂടി ഇനിയുള്ളൂ, 7/10. ഇത് ഞാൻ പറഞ്ഞത് 3 നമ്പേഴ്സ് 4 നമ്പേഴ്സ് ഒക്കെ നമുക്ക് വരാൻ ചാൻസ് കുറവാണ്. ചിലപ്പോൾ നമുക്ക് ചോദിക്കാം എന്നുള്ളതുണ്ട്. അപ്പൊ അതുകൊണ്ട് നോക്കി വെക്കാം. അപ്പൊ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 13 ഇവിടെ വരും ആൻഡ് 35 വരും അല്ലെ. ഇതിനൊന്നും ചെറുത് ഏതാണ്? അപ്പൊ ലാസ്റ്റ് ആൻസർ ഏതായാലും വരുന്നുണ്ടാവുള്ളൂ, 3/5 വരുന്നുള്ളൂ. കാരണം എല്ലാമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി. അപ്പൊ എല്ലാമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴും അതിന്റെ ഏറ്റവും ചെറിയ നമ്പർ എത്രയാണ്? 3/5 ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് പോവാം. നമുക്ക് ഒരു ഇത്രയും പറയുന്ന ടൈമൊന്നും അതിന് വേണ്ടി വരില്ല. നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ എന്ത് ചെയ്യും? കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിൽ 3/5 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് റിലേഷൻ വെച്ച് നമുക്ക് നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2/5. ഓക്കെ, നിങ്ങൾക്ക് വോയിസ് ഒക്കെ ക്ലിയർ ആണല്ലോ അല്ലെ? ആരുടെ ഒരു റെസ്പോൺസ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. വോയിസ് ഒക്കെ ക്ലിയർ ആണല്ലോ, കേൾക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലെ? ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, ഒന്ന് വോയിസിൽ പറയോ? കമന്റ് എനിക്ക് കാണുന്നില്ല. കമന്റ് ഇട്ടുണ്ടെങ്കിലും എനിക്ക് കാണുന്നില്ല, അതുകൊണ്ടാണ്. ക്ലിയർ ആണ് സർ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2/5 പ്ലസ് 3/5 പ്ലസ് രണ്ട് ബ്രാക്കറ്റിനുള്ളിലാണ് 7/5 മൈനസ് 4/10 കേട്ടോ. ഇതാണ് നമ്മളെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് ഇത്രേ ഉണ്ടാവുള്ളേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനെല്ലാം ഡബിൾ എടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. റിവിഷൻ എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി ഹയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ട് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യാണ്. ചിലപ്പോൾ നമുക്ക് ഇത്ര മാത്രം തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനും ചാൻസ് ഉണ്ട്. അത് മാത്രം ആഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് 2/5 പ്ലസ് 3/5 അല്ലെ. 2/5 പ്ലസ് 3/5 ആകുമ്പോൾ നമുക്കറിയാം ഡിനോമിനേറ്ററിലുള്ള സംഖ്യ സെയിം ആണ്. അതുകൊണ്ട് 5, ഡിനോമിനേറ്ററിലുള്ള സംഖ്യ സെയിം ആണ്, 5 നമുക്ക് കിട്ടി. ദെൻ നമ്മൾ പിന്നെ എന്താണ് 2 + 3 അല്ലെ. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. 5/5 = 1. അതായത് ഫസ്റ്റ് ടൈം 1 ആയി. സെക്കൻഡ് ടൈം 3/5 മൈനസ് 4/10. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ LCM എടുക്കാം. LCM ഇപ്പോൾ നമ്മൾ LCM ഓൾറെഡി പറഞ്ഞോണ്ട് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ പറയാം അല്ലെ. അതായത് 70 മൈനസ് 20 അല്ലെ. 70 മൈനസ് 20, 70 കിട്ടിയത് 7 × 10 70 ആൻഡ് 5 × 4 20 അല്ലെ. പിന്നെ 5 × 10 50. അപ്പൊ ഇവിടെ എന്താ കിട്ടുക? 70 20 50 50/50 1 അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് ടൈം 1 ആണ്, രണ്ടാമത്തെ ടൈം 1 ആണ്. അതായത് 1 + 1 2. ആൻസർ എത്ര കിട്ടുക? 2 അല്ലെ. ആൻസർ 2. ക്ലിയർ ആണല്ലോ? ഇവിടെ 1 ഇവിടെ 1 കിട്ടുക. അപ്പൊ 1 + 1 2 ആണ് ആൻസർ വരിക കേട്ടോ. അത് ഈ ഒരു മെത്തേഡ് ഇപ്പൊ ഇതിലിപ്പോ LCM എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് ഓർമ്മ ഉണ്ടല്ലോ. LCM ആണെങ്കിൽ 5ഉം 10ഉം, ഇതിൽ വലിയ സംഖ്യ ഏതാണ്? 10 ആണ്. അങ്ങനെ 10 കൺസിഡർ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഇസ് ദ ഫോർമുല ഫോർ a - b ഹോൾ സ്ക്വയർ കേട്ടോ. ഇതൊക്കെ ഡയറക്റ്റ് നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ഓൾജിബ്രിക് ഇക്വേഷൻ അല്ലെ. a - b ഹോൾ സ്ക്വയർ. a - b ഹോൾ സ്ക്വയർ എന്താ വരിക? ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി അല്ലെ. a² + b² - 2ab കേട്ടോ. ഓക്കെ, അവിടെ കട്ടെ. അത് നമ്മൾ ജസ്റ്റ് നോക്കാം കേട്ടോ. അതിന്റെയൊക്കെ ഞാനിവിടെ ഫോർമുല കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതാണ്. a + b ഹോൾ സ്ക്വയർ, a² + b² + 2ab, a - b ഹോൾ സ്ക്വയർ, a + b ഹോൾ സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ കൂടി പഠിച്ചു വെക്കുക. a + b, a - b ഹോൾ സ്ക്വയർ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ചെയ്യാനാണ്. നമുക്ക്
പ്രോബ്ലം ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അങ്ങനത്തെ ഇക്വേഷൻ നമുക്ക് കൂടുതലും വരാറുള്ളത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും കേട്ടോ. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ പക്ഷെ നമുക്ക് ഒരു ഓൾജിബ്രിക് ഫോർമുലയുടെ ഒരു പ്രോബ്ലംസ് ഒന്നും വരാൻ ചാൻസ് കുറവാണ്. എന്നാലും നോക്കി വെക്കാം. എ പ്ലസ് ബി എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, പിന്നെ എ പ്ലസ് ബി ഹോൾ ക്യൂബ്, എ മൈനസ് ബി ഹോൾ ക്യൂബ്, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്, എ ക്യൂബ് മൈനസ് ബി ക്യൂബ്, ഇത്രയും കാര്യങ്ങൾ അതിൽ പഠിച്ചു വെക്കാം കേട്ടോ. അത് ഞാൻ എടുത്ത് പറയുന്നില്ല, നിങ്ങൾ നോക്കിയിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഓൾജിബ്രിക് ഫോർമുല ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഫോർമുല ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതൊക്കെ നമുക്ക് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫോർമുല ആയിട്ട് തന്നെ എല്ലാ ഫോർമുലാസും പഠിച്ചു വെക്കാം. നെക്സ്റ്റ്, വിച്ച് ഈസ് ഓർ ആർ ദ ഫസ്റ്റ് ഓർഡർ ലിവർ? കോൾട്ടോങ്സ്, നെറ്റ് ക്രാക്കർ, പെയർ ഓഫ് സിസേഴ്സ്, സീസോ അല്ലെ. നാലെണ്ണം പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൺലി 1 and 4, 3, 2 and 3, 3 and 4 അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇതിന്റെ ആൻസർ ഏതായിരുന്നു ഉണ്ടാവുക? ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഫസ്റ്റ് ഓർഡർ ലിവർ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറയുമ്പോൾ പെയർ ഓഫ് സിസേഴ്സും സീസോയും ആണ് വരുന്നുണ്ടാവും അല്ലെ. സീസോ ആൻഡ് പെയർ ഓഫ് സിസർ ആണ് ഫസ്റ്റ് ഓർഡറിൽ വരിക. കോൾട്ടോങ്സ് തേർഡ് ആണ് ആൻഡ് നെറ്റ് ക്രാക്കർ സെക്കൻഡ് ആണ് വരുന്നത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും കേട്ടോ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. വാട്ട് ഇസ് ദ ഫോർമുല ഫോർ വോളിയം ഓഫ് എ സോളിഡ് സ്ഫിയർ? ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ. ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അത് അങ്ങനെ തന്നെ എടുത്തിട്ടപ്പോ ഒന്നാണ്. ഇതിനകത്തൊക്കെ ഏതാ വരിക? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി അല്ലെ. 4/3 πr³ കേട്ടോ. ഇതൊക്കെ ഡയറക്റ്റ് ഇക്വേഷൻ ആട്ടോ. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. ഇക്വേഷൻ തന്നെ ഡയറക്റ്റ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഡയറക്റ്റ് ഇക്വേഷൻ പ്രോബ്ലം ചോദിക്കുന്നതിന് പകരമായിട്ട് ഡയറക്റ്റ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം കേട്ടോ. നേരത്തെ നമ്മൾ കുറെ പ്രോബ്ലംസ് നമ്മൾ നോക്കി, അതിന്റെ കൂടെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് കൂടി നോക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദ ഫ്രാക്ഷൻ 5m/8 + 3m/16 - 3m/4 കേട്ടോ. ഇത് ഫ്രാക്ഷൻ ആണ് ക്വസ്റ്റ്യൻ, പ്ലസ് ഓൾജിബ്ര കൂടി അല്ലെ. അതായത് ഒരു വേരിയബിൾസും കൂടി വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ എമ്മിന്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ കേട്ടോ. എം അവിടെ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എൽസിഎം എടുക്കാം അല്ലെ. 8, 16, 4 ആണ്. എൽസിഎം എടുക്കാം. എൽസിഎം എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? അതിന്റെ ഉള്ളില് എൽസിഎം എത്ര വരുന്നുണ്ടാവുക? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മൾ കുറെ പറഞ്ഞു അല്ലെ. 8, 16, 4 ഇതിനകത്ത് എൽസിഎം ഏതാ വരുന്നുണ്ടാവുക? ഏതാ എൽസിഎം വരുന്നുണ്ടാവുക? 16. ഓക്കെ, എത്രയേ ഉള്ളൂ അല്ലെ. അതായത് നമ്മൾ എന്താണ് 8ഉം 16ഉം 4ഉം അതിനകത്ത് വലിയ നമ്പർ ഏതാ? 16 ആണ്. 16 ആണെന്നുണ്ടെങ്കിൽ ഈ 16ന് 8 കൊണ്ടും 16ന് 4 കൊണ്ടും ഹരിക്കാൻ പറ്റുമോ നോക്കുക. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പൊ രണ്ടും പറ്റും. 16ന് 8 കൊണ്ട് ഹരിക്കാൻ പറ്റും, 16ന് 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇനി അഥവാ അങ്ങനെ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ 16ന്റെ തൊട്ടടുത്ത മൾട്ടിപ്പിൾ എടുക്കാം കേട്ടോ. എന്നിട്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. അതായത് ഇപ്പൊ 16 ആണെന്നുണ്ടെങ്കിൽ 32 ഇവിടെ ഹരിക്കാൻ പറ്റും. ഓപ്ഷൻ ഡി. ഓക്കെ, ശരി കേട്ടോ. ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ അതിൽ 32 വരുന്ന വെച്ചാൽ 32നെ ആ സംഖ്യ കൊണ്ട് അടിക്കാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത മൾട്ടിപ്പിൾ എടുക്കണം. അപ്പൊ അങ്ങനെ ചെയ്തു പോകണം. മിക്കവാറും നമ്മളെ ക്വസ്റ്റ്യൻസിലൊക്കെ ഒരു 2 മൾട്ടിപ്പിൾ കൊണ്ട് തന്നെ കിട്ടുന്ന രീതിയിൽ കേട്ടോ. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വേണ്ട, നിങ്ങൾ ചെയ്തൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് 1, 2 മൾട്ടിപ്പിൾ തന്നെ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പൊ നേരത്തെ ഒരു 4, 9 ഒക്കെ വന്നില്ലേ, അതുപോലെയുള്ള ആയിരിക്കും. അപ്പൊ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അത് ഒരിക്കലും വരില്ല എന്നുള്ള നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മൾട്ടിപ്ലൈയും ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ് 16 അല്ലെ. 16 വരുന്ന സമയത്ത് നമുക്കറിയാം 16 നമ്മൾ എൽസിഎം ആക്കി എടുത്തു കഴിഞ്ഞാൽ 8 വരികയാണെങ്കിൽ 2 വരണം. അപ്പൊ അവിടെ നമുക്ക് 10m ആണ് വരിക. അതായത് 5 × 2 അല്ലെ. 5 × 2 10m പ്ലസ് ഇവിടെ 16 ആണ്. അതുകൊണ്ട് ആ 3m തന്നെ അവിടെ എടുത്ത് എഴുതിയാൽ മതി. ഇവിടെ 4 ആണ്. അപ്പൊ 4 16 ആണെങ്കിൽ 4 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 4 × ഇവിടെ 4 അല്ലെ. ഇവിടെയും 4 വരണം. അപ്പൊ 4 × 3 12m. അതായത് 10m പ്ലസ് 3m മൈനസ് 12m. അപ്പൊ 10 + 3 13, 13 - 12 1 അല്ലെ. 1/16 × m. ആൻസർ ഓപ്ഷൻ ഡി അല്ലെ. 1/16 m കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഇസ് എക്സ് വാല്യൂ ഇഫ് 3 × 2x - 4 is equal to -4x + 28 കേട്ടോ. -4x + 28 ഇതാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ, ആദ്യം ബ്രാക്കറ്റ് നമ്മൾ സോൾവ് ചെയ്യുക. നമ്മള് ബോർഡ് മാസ് റൂൾ അല്ലെ, അത് വെച്ചിട്ട് ബ്രാക്കറ്റ് സോൾവ് ചെയ്യുക. ബ്രാക്കറ്റ് സോൾവ് ചെയ്യുന്ന സമയത്ത് 6x - 12 അല്ലെ. അതായത് 3 × 2x 3 × 4 അല്ലെ. അറിയാം കേട്ടോ. അതുകൊണ്ടാണ് അടുത്ത് പറഞ്ഞു പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.
28. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഒന്നിച്ചാക്കാം അല്ലെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 6x ഇവിടെ ഒരു -4x ആണ്, അത് വരുന്ന സമയത്ത് 10x ആയിട്ട് മാറും. ഇവിടെ 28 ഉണ്ട്, ഇവിടുത്തെ 12 ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി ആട്ടോ, അതായത് 4 അല്ലെ, കണ്ടോ? x = 40/10 4 കേട്ടോ, 4 ആണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് അതിലൊന്നും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, ഡയറക്റ്റ് നമുക്ക് ചെയ്യാലോ അല്ലെ. നെക്സ്റ്റ്, വാട്ട് കൈൻഡ് ഓഫ് ഫ്രാക്ഷൻ ഈസ് കോൾഡ് ഇഫ് ടു ഒബ്ജക്ട്സ് ആർ കോണ്ടാക്ട് അറ്റ് റെസ്റ്റ്? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്, ഫ്രിക്ഷൻ ആണ് കേട്ടോ, ഫ്രാക്ഷൻ അല്ലേ. വാട്ട് കൈൻഡ് ഓഫ് ഫ്രിക്ഷൻ ഈസ് കോൾഡ് ഇഫ് ടു ഒബ്ജക്ട്സ് ആർ ഇൻ കോണ്ടാക്ട് അറ്റ് റെസ്റ്റ്? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് ആംഗുലാർ ഫ്രിക്ഷൻ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കേട്ടോ. അതായത് ഒബ്ജക്റ്റുകൾ റെസ്റ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഫ്രിക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്? സ്റ്റാറ്റിക് ആയിരുന്നു. മറ്റേ കൈൻഡ് ഫ്രിക്ഷൻ ആണ് സ്ലൈഡിംഗ് ആണെങ്കിൽ, റോളിംഗ് ആണെങ്കിൽ, ആംഗുലർ ആണെങ്കിലും കേട്ടോ. അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് സ്റ്റഡി ആയിട്ട് നിൽക്കുക, സ്റ്റഡി സ്റ്റാറ്റിക് അല്ലെ. സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് യൂസ്ഫുൾ ഫ്രിക്ഷൻ? യൂസ്ഫുൾ ഫ്രിക്ഷൻ ആണ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ മൂവിംഗ് പാർട്സ് ഓഫ് മെഷീനറി, ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിംഗ്, ബ്രേക്ക് ഷോ ലൈനിങ് ആൻഡ് വീൽ ഹോൾ ബെയറിംഗ് കേട്ടോ. വീൽ ഹോൾ ബെയറിംഗ് ഇത് ഏതാണ് നമ്മളെ യൂസ്ഫുൾ ഫ്രിക്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യൂസ്ഫുൾ ഫ്രിക്ഷൻ ആൻഡ് അൺവാണ്ടഡ് ഫ്രിക്ഷൻ, രണ്ട് ടൈപ്പ് ആണുള്ളത്. യൂസ്ഫുൾ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ കൊണ്ട് നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രിക്ഷൻ കൊണ്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനാണ് നമുക്ക് അതൊരു വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, സി അല്ലെ. അപ്പൊ ഏതാ വരുന്നുണ്ടാവുക? ബ്രേക്ക് ഷൂ ലൈനിങ് അല്ലെ. അതായത് നമുക്ക് അതിനകത്ത് നടക്കുന്ന അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന കാര്യം. അപ്പൊ ഫ്രിക്ഷൻ ബിറ്റ്വീൻ മൂവിംഗ് പാർട്സ് ഓഫ് മെഷീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശരിക്കും ഫ്രിക്ഷൻ കാരണം ഫ്രിക്ഷൻ ലോസ് എന്ന് പറയുന്നത് അല്ലെ, മെഷീനറിയിൽ നമ്മൾ ഒരു ലോസ് ആണ് ഫ്രിക്ഷൻ ലോസ് എന്ന് പറയുന്നത്. അത് മെഷീനറിയുടെ ഭാഗത്ത് ഉണ്ടാവുന്ന ലോസ് ആണ്. അപ്പൊ നമുക്ക് യൂസ്ഫുൾ അല്ല, അൺവാണ്ടഡ് ഫ്രിക്ഷൻ ആണ്. ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിംഗിലാണെന്നുണ്ടെങ്കിൽ അൺവാണ്ടഡ് ആണ് വരുന്നത്. വീൽ ഹോളിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? അൺവാണ്ടഡ് ആണ് വരുന്നത്. ബ്രേക്ക് ഷൂ ലൈനിങ്ങിൽ എന്താണ്? വാണ്ടഡ് ആണ് അല്ലെ, അതായത് യൂസ്ഫുൾ ആണ്. ഫ്രിക്ഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ, ബ്രേക്ക് ഷൂവിന് വേണ്ടിയിട്ട്. അപ്പൊ അത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. നെക്സ്റ്റ്, which among the following is the correct statement? Fundamental quantities are only 7. Units of derived quantities can be expressed in terms of unit of fundamental quantities. Amount of substance is a fundamental quantity and all of these. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരിക? ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വരണം കേട്ടോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ. കാരണം ഓൾ ഓഫ് ദീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിൽ ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ഓൺലി 7 എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പോ നമ്മൾ ഓൾ ഓഫ് ദീസ്. ഓക്കെ, നമ്മൾ പറഞ്ഞ തന്നെയാണ് അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഓൺലി 7 എന്ന് പറയുമ്പോൾ SIയിൽ വരുമ്പോഴാണ് ഇത് വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ 3 ഉള്ളൂ. MKS CTS സിസ്റ്റം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 3 ഉള്ളൂ. ബാക്കിയുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഒക്കെ എന്താണ് നമ്മൾ പറയുന്നത്? 7 ആണ് അല്ലെ. ഏതൊക്കെയാണ് 7? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. MKSന് വരുന്ന നമ്മളെ മാസ്, അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് സാധാരണ ടൈം, ലെങ്ത്, അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് കറന്റ്, അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ടെമ്പറേച്ചർ, ലൂമിനസ് ഇന്റൻസിറ്റി അല്ലെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ 7 ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. SI സിസ്റ്റം പ്രകാരമുള്ള 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് യൂണിറ്റ്സ് ഓഫ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് പറഞ്ഞത് അല്ലെ. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെ. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത്. പിന്നെയുള്ളത് എന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണെന്നാണ് പറഞ്ഞത്. അത് നമുക്കറിയാം. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? മോളാണ് അല്ലെ. മോളാണ് നമ്മൾ യൂണിറ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ 7 പെട്ട ഒന്നാണ് ഇത് അല്ലെ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പെട്ടതാണ്. 7 പെട്ട 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പെട്ടാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the height of a cuboid whose volume is 275 cm³ and base area is 25 cm². Is നാണ് ചോദിച്ചുള്ളത്. 10 cm, 11 cm, 12 cm and 13 cm. ഇവിടെ ഹൈറ്റ് ഓഫ് എ ക്യൂബോയിഡ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റെക്ടാങ്കുലർ സോളിഡ് ആണ് അല്ലെ. അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിന്റെ വോളിയം തന്നിട്ടുണ്ട്, ബേസ് ഏരിയയും തന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മളൊരു വോളിയത്തിന്റെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വോളിയത്തിന്റെ ഇക്വേഷൻ അറിയാനുള്ള ഒരു സാധനമാണ് എന്ത്?
ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കാം. പിന്നെ ബേസ് ഏതാ നോക്കിക്കഴിഞ്ഞാൽ മതിയല്ലോ. പിന്നെ അപ്പൊ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാന്നുള്ളത്. അതിലിപ്പോ നമ്മളെ സാധാരണ രീതിയിൽ എല്ലാത്തിനും നമുക്ക് പറ്റും. പിന്നെ കോണൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹൈറ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഡിഫറൻസ് വരിക. കാരണം നമുക്ക് ആ ഒരു പിന്നെ ബേസ് ഏരിയയിലെ കാര്യത്തിലൊക്കെ വരിക കേട്ടോ. ബാക്കിയുള്ള നമ്മളെ ഒരു റെഗുലർ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നോക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാണ്, വോളിയം തന്നിട്ടുണ്ട് 275 ആണെന്നുള്ളത്. അതുപോലെ തന്നെ ബേസ് ഏരിയ അതും തന്നിട്ടുണ്ട് 25 ആണെന്നുള്ളത്. ഹൈറ്റ് എച്ച് അതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു 275/25 അല്ലെ. 275/25 ഏതാ വരിക, ഓപ്ഷൻ ബി ആണ് അല്ലെ. 11 സെന്റിമീറ്റർ ആണ് വരിക കേട്ടോ. 11 സെന്റിമീറ്റർ കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ ഇക്വേഷൻസും നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ടും ചോദിക്കും, അതുപോലെ ഇതുപോലെയുള്ള പ്രോബ്ലംസ് ആയിട്ടും ചോദിക്കും. അതിന് അടുത്തത് ഹൗ മെനി ഇഞ്ചസ് ഇൻ 1 ഫുട്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 3, 24, 6, 10, 12 അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടേബിളിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. എത്ര പേര് ഉണ്ടാവും, എത്ര ഇഞ്ചാണ് ഒരു ഫുട്ട് എന്ന് പറയുന്നത്? 12 കേട്ടോ. 12 ആണ് കണ്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ ടേബിൾ ആയിരുന്നു. ഞാനിപ്പോ ഈ ടേബിൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. അത് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. 1 ഫുട്ട് 12 ഇഞ്ച്, 1 യാർഡ് 3 ഫുട്ട്, 1 ഫർലോങ് 220 യാർഡ്, 1 മൈൽ 8 ഫർലോങ് കേട്ടോ. അപ്പൊ ഇത് ഇതേപോലെ തന്നെ പഠിച്ചു വെക്കുക. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ 1 മൈൽ ടു ഫുട്ടൊക്കെ ചോദിച്ചാലും കണ്ടുപിടിക്കാം. പക്ഷെ അങ്ങനെ ചോദിക്കില്ല. ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. ഓക്കെ. ഞാനിപ്പോ ഈ പറയുന്ന എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഡൗട്ട് ഉണ്ടാകണ്ട. ഇതെല്ലാം നിങ്ങളുടെ പല എക്സാംസിലായിട്ട് കേട്ടോ. പല നിങ്ങൾക്ക് മാത്രമല്ല, സിവിൽ സബ്ജക്ട് വരുന്ന ട്രേഡുകളിൽ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പല എക്സാംസിലും വരാറുണ്ട് ഇത് ഇതാക്കിയിട്ട്. അപ്പൊ അങ്ങനെ എഴുതുന്ന എല്ലാ എക്സാംസിനും കൂടി ക്വസ്റ്റ്യൻസ് ഒന്നിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചിലത് കുറച്ച് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവൽ എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് ലെവൽ കൂടി പോകുന്നത്. അപ്പൊ അത് നിങ്ങൾ നോക്കി വെക്കുക. നമ്മളൊരു റിവിഷൻ എന്നുള്ള രീതിയിലാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന് മറ്റുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നതിനകത്ത് കിട്ടും കേട്ടോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ഈക്വൽ ടു 1 പാസ്കൽ, 1 millimeter square, centimeter square, decimeter square and meter square അല്ലെ. ഓപ്ഷൻ ഡി ആണ് വരുന്നുണ്ടാവുക. പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടണും അതിന്റെ ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ. അപ്പൊ ഫോഴ്സ് 1 പാസ്കൽ എന്ന് പറയുമ്പോൾ നമ്മളെ പ്രഷർ അല്ലെ, പ്രഷർ ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അതാണ് വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഈ പ്രഷർ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രഷറിന്റെ ഡെഫിനിഷൻ പഠിക്കാം. പ്രഷറിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഡെലിവേർഡ് പെർ യൂണിറ്റ് ഏരിയ പെർപെൻഡിക്കുലർ ടു ആൻ ഒബ്ജക്ട് സർഫസ് അല്ലെ. പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കുമ്പോൾ, പെർപെൻഡിക്കുലർ മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാം, ആംഗുലർ ആയിട്ട് എടുക്കാം. അപ്പൊ പെർപെൻഡിക്കുലർ ആണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാം അതിനെ പറയുന്നുണ്ട്. അതിന് പിന്നെ അതിന്റെ യൂണിറ്റ് പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു പാസ്കൽ ആണ്. അതുപോലെ തന്നെ ന്യൂട്ടൺ പെർ സ്ക്വയർ മീറ്റർ കേട്ടോ. ന്യൂട്ടൺ പെർ സ്ക്വയർ മീറ്റർ ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ ഇതിൽ ഇതുണ്ട്, സ്ക്വയർ മീറ്റർ അല്ലെ. ഓക്കെ, ന്യൂട്ടൺ പെർ സ്ക്വയർ മീറ്റർ കേട്ടോ. അതുപോലെ തന്നെ എന്താണ്, പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ചും വരും കേട്ടോ. അത് നമ്മളെ FPS സിസ്റ്റം പ്രകാരം പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച് അതും കൂടെ നോക്കിയേക്കുക. കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഈ യൂണിറ്റ് കാര്യത്തിൽ ഇപ്പൊ നമുക്ക് ഇപ്പോഴല്ല കുറച്ച് മുന്നേ ഉള്ളതാണ്, പക്ഷെ ഇപ്പൊ അത് കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഓൾ ഓഫ് ദി എബോ എന്ന് പറയുന്ന രീതിയിലൊക്കെ വരാം. അല്ലെങ്കിൽ അതല്ലാതെ വേറെ ഇപ്പൊ പാസ്കൽ അല്ലാതെ ഇപ്പൊ ഈ ചോദിച്ച പോലെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അതല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പൗണ്ട് പെർ ഇഞ്ചോ സ്ക്വയർ ഇഞ്ചോ അതിന് മറ്റൊരു യൂണിറ്റ് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ അത് യൂണിറ്റുകളെല്ലാം പഠിച്ചു വെക്കാം. ഇനി പിന്നെ പ്രഷറിൽ ഒരു 4 ടൈപ്പ് പ്രഷറിൽ ജസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഒന്ന് അബ്സല്യൂട്ട് പ്രഷർ, ഗേജ് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ലാസ്റ്റ് പ്രഷർ ഡിഫറൻസ്, വാക്വം പ്രഷർ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം നോക്കി വെക്കുക കേട്ടോ. അപ്പൊ അതും കൂടി അതിന്റെ കൂടെ എന്ത് ചെയ്യണം പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് സീറോ അല്ലെ. അതായത് നമ്മളൊരു വാക്വം കണ്ടീഷനിൽ ഉണ്ടാവുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അബ്സല്യൂട്ട് സീറോ പ്രഷർ കേട്ടോ. അബ്സല്യൂട്ട് പ്രഷറിനെ എഴുതുമ്പോൾ അത് രണ്ട് ടൈം ആണ്. അബ്സല്യൂട്ട് പ്രഷറും അബ്സല്യൂട്ട് സീറോ പ്രഷറും ഉണ്ട്. അബ്സല്യൂട്ട് സീറോ പ്രഷർ എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു വാക്വത്തിനകത്ത് ഉണ്ടാവുന്ന പ്രഷർ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് സീറോ പ്രഷർ ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം അവിടെ എയർ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ സീറോ പ്രഷർ എന്നുള്ള ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണത്. ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് സീറോ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അബ്സല്യൂട്ട് സീറോ പ്രഷർ കൺസിഡർ ചെയ്തിട്ട് അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ പ്രഷർ നമ്മൾ എന്ത് ചെയ്യാണ് ഒരു റെഫറൻസ് വാല്യൂ ആയിട്ട് എടുത്തിട്ട്
നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പ്രഷർ മെഷർ ചെയ്യുന്ന സമയത്ത്, ഈ ഒരു പോയിന്റിലുള്ള ഒരു വസ്തുവിന്റെ പ്രഷർ മെഷർ ചെയ്യുന്ന സമയത്ത് അബ്സല്യൂട്ട് പ്രഷറിനെയാണ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ട്, അതായത് അബ്സല്യൂട്ട് പ്രഷർ 0 ആയിട്ട് എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് 0 പ്രഷറിനെ വെച്ചിട്ട് റെഫർ ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന പ്രഷറിനെയാണ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് കേട്ടോ. അത് PABS എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, എടുക്കും. പിന്നെയുള്ളത് നമുക്ക് അടുത്തൊരു പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ അറ്റ്മോസ്ഫിയറിൽ എയർ അല്ലെ, അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്ന എയർ മൂലം ഉണ്ടാവുന്ന പ്രഷറാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുമ്പോൾ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദ വെയിറ്റ് ഓഫ് എയർ ഓൺ ദ എർത്ത് സർഫസ്. എർത്ത് സർഫസിൽ ഉണ്ടാവുന്ന എയറിന്റെ വെയിറ്റിൽ അവിടെ അനുഭവപ്പെടുന്ന ആ ഒരു പ്രഷറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ഫോഴ്സ് കാരണം അനുഭവപ്പെടുന്ന പ്രഷറാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. മറ്റൊരു പേരാണ് ബാരോമെട്രിക് പ്രഷർ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങോട്ട് ഓർത്ത് വെക്കാം. ചോദിക്കാം, ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റൻ അതാണ്. ഒന്ന് ഡെഫിനിഷൻ ചോദിക്കാം. രണ്ടാമത്തത് പ്രഷർ ബാരോമെട്രിക് പ്രഷർ എന്ന് പറയുന്ന മറ്റൊരു പേരുണ്ട്. പിന്നെ ഇത് ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇൻക്രീസ് ചെയ്യും അല്ലെ, ബിക്കോസ് ദർ ലെസ് എയർ എബോ എന്നുള്ള കൺസെപ്റ്റും കൂടി അവിടെ പഠിച്ചു വെക്കുക. അപ്പൊ ഹയർ അറ്റ് സീ ലെവലിൽ ഹയർ ആയിരിക്കും എന്നുള്ളത് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ATM, അറ്റ്മോസ്ഫിയർ പ്രഷറിന് ATM എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ മെഷർമെന്റ് യൂണിറ്റ് ഒക്കെ ആയിട്ട് എടുക്കാറുള്ളത്. സാധാരണ പ്രഷറിന്റെ കാര്യത്തിൽ പാസ്കൽ പറയുന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷറിനെ അറ്റ്മോസ്ഫിയർ ATM എന്നുള്ള രീതിയിലാണ് എടുക്കുക കേട്ടോ. അതിന് ρGH എന്ന് പറയുന്ന ഇക്വേഷൻ, അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചേക്കേണ്ടുള്ളൂ. ρGH എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടി എടുക്കുക. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് എവിടെ നിന്നാണ്, അബ്സല്യൂട്ട് 0 പ്രഷറിൽ നിന്നും ആണ് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുന്നുണ്ടാവും കേട്ടോ. അബ്സല്യൂട്ട് 0 പ്രഷറിൽ നിന്നാണ് കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം, അതായത് ഞാനിപ്പോ ഈ X എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ X എന്ന് പറയുന്ന പോയിന്റില് അബ്സല്യൂട്ട് 0 പ്രഷർ നമ്മൾ എടുക്കുമ്പോൾ അതിന് അബ്സല്യൂട്ട് പ്രഷർ എന്നാണെന്ന് പറഞ്ഞു അല്ലെ. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പല നമ്മളെ മെഷറിംഗ് ഗേജസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷർ 0 ആക്കി എടുത്തിട്ട്, അതായത് റെഫറൻസ് ആക്കി എടുത്തിട്ട് അവിടെ നിന്ന് നമ്മുടെ ആ പോയിന്റിലേക്ക് ഉണ്ടാകുന്ന, ഇപ്പൊ ഇവിടെ ഉള്ള പോയിന്റ് തന്നെ സെയിം പോയിന്റ് ആണെന്ന് കരുതുക കേട്ടോ. PA എന്ന് പറയുന്ന പോയിന്റ് അത് തന്നെയാണ് ഇവിടെ ഉള്ളതെന്ന് കരുതുക. ഈ A എന്ന് പറയുന്ന പോയിന്റിലേക്ക് തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ റെഫറൻസ് ആക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത് കേട്ടോ. ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ 0 അല്ലെങ്കിൽ റെഫറൻസ് ആക്കി എടുത്തിട്ട് അവിടെ നിന്ന് നമ്മളൊരു പോയിന്റിലേക്ക് എടുക്കുന്ന പ്രഷറിനെ നമ്മൾ എന്ത് ചെയ്യാം, ഗേജ് പ്രഷർ എന്ന് പറയാം. നമ്മൾ സാധാരണ ഗേജ് പ്രഷേഴ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നു കേട്ടോ. അപ്പൊ അതും കൂടെ അതിന്റെ കൂടെ പഠിച്ചു വെക്കാം. അപ്പൊ ഗേജ് പ്രഷർ എന്താണെന്നുള്ളത് നോക്കി വെക്കാം. പിന്നെ ഗേജ് പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും അതുപോലെ തന്നെ അബ്സല്യൂട്ട് പ്രഷറും തമ്മിലുള്ള ആ ഒരു ബന്ധം, അതായത് അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ അല്ലെ. രണ്ടും കൂടി ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടേക്കണം എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഗേജ് പ്രഷറും കൂടി കൂടിയിട്ടാണ് എന്ത് ചെയ്യുക, ഈ അബ്സല്യൂട്ട് പ്രഷർ വരുന്നുണ്ട് കേട്ടോ. അബ്സല്യൂട്ട് 0 പ്രഷർ അല്ല, അബ്സല്യൂട്ട് 0 പ്രഷർ എന്ന് പറയുന്നത് റെഫറൻസ് ആണ്. അബ്സല്യൂട്ട് പ്രഷർ മാത്രം, അതിന്റെ ഇടയിലുള്ള 0 ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കാം. അപ്പൊ ഗേജ് പ്രഷർ എന്ന് പറയുന്നത് സംടൈംസ് നോൺ ആസ് ഓവർ പ്രഷർ, റിലേറ്റീവ്ലി ന്യൂ പ്രഷർ. എന്താണ് നമ്മൾ സാധാരണ നമ്മൾ പറഞ്ഞു ആ ഒരു പോയിന്റ് അല്ലെ, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനും അബ്സല്യൂട്ട് പ്രഷറിനും ഇടയിൽ ഉണ്ടാകുന്ന ആ ഒരു പോയിന്റിൽ കിട്ടുന്ന, അതായത് നമുക്ക് ഒന്നുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മളൊരു റെഫറൻസ് ആക്കി എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമ്മൾ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എടുക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗേജ് പ്രഷർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ ആണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഗേജ് പ്രഷർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണെന്ന് പറയാം കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ പഠിച്ചു വെക്കാം, പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഈ ഒരു ഇതിലിപ്പോ എന്താണ് ജസ്റ്റ് 3 പ്രഷർ എന്താണെന്നുള്ള പഠിച്ചു വെക്കാം. പിന്നെ ഡിഫറൻഷ്യൽ പ്രഷർ, 2 പ്രഷർ തമ്മിലുള്ള വ്യത്യാസമാണ് ഉള്ളത്. പിന്നെ അതിന്റെ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ബാരോമീറ്റർ, മാനോമീറ്റർ, പീസോമീറ്റർ ആൻഡ് സ്പൈഗ്മ മാനോമീറ്റർ അല്ലെ. അതും പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ അതിന്റെ യൂസ് ചെയ്യുന്നത് കൂടി നോക്കാം. എയർ പ്രഷർ, അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് വെച്ചാൽ ബാരോമീറ്റർ, അതിന്റെ ലിക്വിഡുകളുടെ പ്രഷറാണ് ഗ്യാസസ് തന്നെയാണെങ്കിൽ മാനോമീറ്റർ, അതേപോലെ തന്നെ എന്ത് ചെയ്യാണ് ഫ്ലൂയിഡ്സ് ആണെന്നുണ്ടെങ്കിൽ ബിസ്മീറ്റർ, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ആണെന്നുണ്ടെങ്കിൽ സ്പൈഗ്മ മാനോമീറ്റർ അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാം വരുന്നുണ്ടാവും കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെക്കുക. ഓരോ മീറ്ററും എന്തിനു യൂസ് ചെയ്യുന്നു, പ്രധാനമായിട്ട് പാരാമീറ്റർ നമുക്ക് ചോദിക്കുള്ളൂ, അതായിരിക്കും ക്വസ്റ്റനിൽ വരുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ കേട്ടോ. നമ്മളിപ്പോ ഇത് പറഞ്ഞല്ലോ, വലിയ ഒരു 5 മാർക്കിന്റെ ടോപ്പിക്, 5 മാർക്കോ അല്ലെങ്കിൽ 15 മാർക്കാണ് ടോട്ടൽ അതിലെടുത്തുള്ളത്. അപ്പൊ അതിലിപ്പോ നമുക്ക് 50-50 പറയുകയാണെങ്കിൽ 7 മാർക്കിന്റെ ടോപ്പിക് ആണിത്. അപ്പൊ അതിനകത്ത് കുറെ 7 മാർക്കിന് 7 ടോപ്പിക് തന്നിട്ടുണ്ട്. അപ്പൊ അതിന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനൊക്കെ ഓരോ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുള്ളൂ, ചിലപ്പോൾ ചോദിച്ചില്ല എന്ന് വരും. പക്ഷെ നമ്മൾ എല്ലാ ടോപ്പിക്കും പഠിച്ചു വെക്കണം. എല്ലാ ടോപ്പിക്കിന്റെ ഒരു ബേസ് നോളജ് നമുക്ക് ഉണ്ടാവണം കേട്ടോ. എല്ലാ ടോപ്പിക്കിന്റെ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കിന്റെ ബേസ് നോളജ്, പ്രധാനപ്പെട്ട ഇക്വേഷൻസ്,
പ്രധാനപ്പെട്ട ടൈപ്സ്, പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ്. പ്രധാനപ്പെട്ട ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുള്ള പേരിന്റെ ഡെഫിനിഷൻസ് എന്താണുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഫ്രിക്ഷന്റെ, അതേപോലെ തന്നെ ഫോഴ്സ്, പ്രഷർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെഫിനിഷൻ അടക്കം പഠിച്ചു വെക്കുക. പിന്നെ പ്രോബ്ലംസ്, ഒരു പ്രോബ്ലം അല്ലെ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ടോപ്പിക്കിനും ഓരോ പ്രോബ്ലംസ് ഒക്കെയാണ് ചോദിക്കുക, ഒന്നൊക്കെയാണ് ചോദിക്കാണ്ടാവുക. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഇപ്പൊ ഈ സ്ക്വയർ റൂട്ടും ഫ്രാക്ഷനും ഒക്കെ ഒന്നിച്ച് ചോദിക്കുന്ന പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും അത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം. പിന്നെ സിമ്പിൾ ആണ്. വാട്ട് ഡിനോട്ട്സ് ലെറ്റർ കെ ഇൻ ദ എം കെ സിസ്റ്റം അല്ലെ. എം കെ സിസ്റ്റത്തിൽ കെ എന്ന് പറയുന്നത് കിലോഗ്രാം ആണ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫ്രാക്ഷൻ 3/4, 4/6 ആൻഡ് 4/5, 5/6 ആൻഡ് 6/7 ഇൻ അസെൻഡിങ് ഓർഡർ എന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പോ ജസ്റ്റ് അസെൻഡിങ് ഓർഡർ ആക്കാൻ നമുക്കറിയാലോ. അപ്പൊ അസെൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിപ്പോ ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഓരോന്നും ചെയ്ത് നോക്കുക, അതിന്ന് അസെൻഡിങ് ഓർഡർ എങ്ങനെയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ കൂടുതൽ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾ നോക്കുക, അസെൻഡിങ് ഓർഡർ ആക്കിയിട്ട് നോക്കുക കേട്ടോ. ഒന്നുമില്ല, ഇത് രണ്ടെണ്ണം ചെയ്യുക, കമ്പയർ ചെയ്ത് പോയാൽ മതി. രണ്ടെണ്ണം കമ്പയർ ചെയ്യാം. അപ്പൊ അതിലേതാണോ ചെറുത് കിട്ടുന്നത് അതുമായിട്ട് അടുത്ത് കമ്പയർ ചെയ്യാം, അതുമായിട്ട് അടുത്ത് കമ്പയർ ചെയ്യാം. അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ ഏറ്റവും ചെറുത് ഒന്നുള്ള കാര്യം കിട്ടും. പിന്നെ അതോട് ഒഴിവാക്കി ബാക്കിയുള്ള സംഖ്യകൾ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. അപ്പൊ അവിടെ കിട്ടും ലാസ്റ്റ് ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് രണ്ടെണ്ണം ഒക്കെ കിട്ടുമ്പോഴൊക്കെ തന്നെ ചിലപ്പോൾ ആൻസർ കിട്ടും. ഇതിനകത്ത് അങ്ങനെ ഒരു ഇതില്ല. നോക്കി കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേപോലെയാണ് ഫസ്റ്റ് രണ്ടെണ്ണം വരുന്നത്. പിന്നെ കണ്ടോ, പിന്നെയാണ് ബാക്കി രണ്ടെണ്ണത്തിലാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ. അപ്പൊ അത് അതിനൊരു ഐഡിയ ഉണ്ട്. ഒരു വട്ടം നമ്മൾ ചെറുത് കണ്ടുപിടിച്ചാൽ അടുത്ത വട്ടം എന്ത് ചെയ്യാറ്, വലുത് കണ്ടുപിടിക്കാം. ഏറ്റവും വലുത് ഏതാന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഏറ്റവും ചെറുത് ഏതാ ഏറ്റവും വലുത് ഏതാന്ന് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ അതിലില്ല എന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് പിക്ക് ചെയ്യാം കേട്ടോ. അതൊക്കെ ഒരു ഇതായിട്ടുള്ളതാണ്. അപ്പൊ അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് ആദ്യത്തെ രണ്ടെണ്ണം കണ്ടുപിടിച്ചാൽ മതി ശരിക്കും. അങ്ങനെ പക്ഷെ ഇതിനകത്ത് രണ്ടും ഒരേപോലെ വരുന്നതുകൊണ്ട് നമുക്ക് അത് പറ്റില്ല അല്ലെ. ഞാനത്ത് ഒന്ന് കിട്ടിയാൽ തന്നെ ചില ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ആൻസർ കിട്ടും ചെയ്യും കേട്ടോ. അപ്പൊ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ എന്താന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ അതിന് കണ്ടുപിടിക്കാം. ഓക്കെ നെക്സ്റ്റ്, സോൾവ് 3x - 7 = 2x + 5. ഓൾറെഡി നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. 3x - 7 = 2x + 5 അല്ലെ. ചെയ്യുന്ന സമയത്ത് 3x - 2x കിട്ടും അല്ലെ. 3x - 2x x ആണ് കിട്ടുക. x = -7 എത്തുമ്പോൾ 12 അല്ലെ. അപ്പൊ അതായത് x = 12 എന്ന് കിട്ടും. അത് ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ, ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ നെക്സ്റ്റ്, ഫൈൻഡ് ദ LCM of 12, 20, 30 അല്ലെ. അപ്പൊ നമ്മൾ LCM കുറെ പ്രോബ്ലം പറഞ്ഞു. ഇപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. LCM 12, 20, 30. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു, ഏതാണ് ഓക്കെ നോക്കി നോക്കുക. 12, 20, 30 ഉണ്ട് അല്ലെ. 20, 30 ആകുമ്പോൾ നമുക്ക് എന്താണ്, ഫസ്റ്റ് 30 ആണ് വരിക. ഓക്കെ 30 വരുന്ന സമയത്ത് എന്താണ്, 30 നമുക്ക് 12, 20 പറ്റില്ല. പിന്നെ എന്താ ഉള്ളത്, 12, 20, 30 ആണ്. അപ്പൊ 20, 30 നമുക്ക് എന്ത് ചെയ്യാം, ഇത് പറ്റില്ല അല്ലെ. പിന്നെ ഉള്ള സ്ഥലത്ത് എന്താണ്, 30ന്റെ നെക്സ്റ്റ് 60 വരുമ്പോ 60 12 കൊണ്ട് പറ്റും, 20 കൊണ്ട് പറ്റും, 30 കൊണ്ട് പറ്റും. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ എ ആണ് വരുന്നുണ്ടാവും. ഓക്കെ, മാർക്ക് ചെയ്തത് 120 ആണ്. സോറി, ഓപ്ഷൻ എ ആണ് വരിക കേട്ടോ. നെക്സ്റ്റ്, HCF of 24, 36 and 60 അല്ലെ. എന്താ വരുന്നുണ്ടാവുക, HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. 24, 36 and 60. HCF എങ്ങനെ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ ചെയ്യാം. HCF എങ്ങനെ ചെയ്യാം, HCF ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, ജസ്റ്റ് നിങ്ങൾ 4 ഓപ്ഷൻ എടുക്കുക. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെത്തേഡാണ്. HCF 4 ഓപ്ഷൻ എടുക്കുക. 4, 16, 12, 18 അല്ലെ. അപ്പൊ HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫ്രാക്ഷൻ ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ 24, 36, 60 നമുക്ക് തന്നിട്ടുള്ള 4 സംഖ്യകൾ എന്ന് പറയുന്നത് അല്ലെ. സോറി, 3 സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ 4, 16, 12, 18, അപ്പോ ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും സംഖ്യ ഒഴിവാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 18 നമുക്ക് അവിടെ തന്നെ ഒഴിവാക്കാം. കാരണം 18 നമുക്ക് ഒരിക്കലും 24ന്റെ കൂട്ടത്തിൽ വരില്ല അല്ലെ. 18 ആയിരുന്നു അവിടെ ഏറ്റവും വലിയ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഏറ്റവും വലുത് 18 ആയിരുന്നു. 18 ഒരിക്കലും നമുക്ക് 24 എടുക്കാൻ പറ്റില്ല. 36 പറ്റുമെങ്കിലും 24 നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് 18 നമ്മൾ ഒഴിവാക്കി. പിന്നെയുള്ള ഏറ്റവും വലുത് ഏതാണ്, 12. അപ്പൊ 12ലേക്ക് പോവാം. 12 വരുമ്പോ 24/12 ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. 36/12 പെർഫെക്റ്റ് നമ്പർ ആണ്. 60/12 പെർഫെക്റ്റ് നമ്പർ ആണ്. കഴിഞ്ഞു. നമുക്ക് ഇത്ര സ്റ്റെപ്പ് ഉള്ളൂ. ബാക്കി നമുക്ക് ആൻസർ എന്താണ്, 12 എന്ന് എഴുതാം കേട്ടോ. ഏറ്റവും വലുതെന്ന് തുടങ്ങാം. ഈ വലുത് എന്ന് പറയുമ്പോഴേ ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിലൊക്കെ ഈ 24നേക്കാൾ വലിയ സംഖ്യ ഒക്കെ ഇവിടെ തരാം കേട്ടോ.
അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഒന്നും നോക്കണ്ട, അവിടെ തന്നെ നമുക്ക് അത് ഒഴിവാക്കാം. കാരണം ഹൈയസ്റ്റ് കോമൺ ഫ്രാക്ഷൻ ഒരിക്കലും നമുക്ക് അതിൽ വലുത് വരില്ല അല്ലെ. അവിടെ തന്നെ നമുക്ക് അത് ഒഴിവാക്കാം. പിന്നെ അങ്ങനെ താഴത്തേക്ക് നോക്കി പോയാൽ മതി കേട്ടോ. അതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. HCF ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, LCM ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെ ഏറ്റവും വലിയ നമ്പർ ഏതാന്ന് നോക്കുക. HCF ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണ് നോക്കുക. ഓക്കെ, രണ്ടും വലുതാണ് നോക്കുന്നത്. ഒന്ന് ഓപ്ഷനിലാണ്, മറ്റൊന്ന് ക്വസ്റ്റ്യനിലാണ് കേട്ടോ. മാറിപ്പോവരുത്. ഓപ്ഷനിൽ നോക്കേണ്ടത് HCF വേണ്ടിയിട്ടാണ്, ക്വസ്റ്റ്യനിൽ നോക്കേണ്ടത് LCM വേണ്ടിയിട്ടുമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി LCM ആണെന്നുണ്ടെങ്കിൽ ആ വലുതെന്ന് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് എന്ത് ചെയ്യണ്ടേ, ആ വലുതിന്റെ മൾട്ടിപ്ലിക്കേഷൻസ് ആണ് പിന്നെ എടുത്ത് പോകേണ്ടത്. ഇവിടെ വലുതിൽ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വലുത് ഏതാണെന്നാണ് നോക്കേണ്ടത് കേട്ടോ. അത് ഒഴിവാക്കുക. തൊട്ടടുത്ത് വലുത് ഏതാന്ന് നോക്കുക. തൊട്ടടുത്ത് വലുതല്ല, അതിന് താഴെയുള്ള തൊട്ടടുത്ത് വരുന്ന സംഖ്യ ഏതാന്ന് നോക്കുക. അതൊന്ന് ചെയ്ത് പോവാം കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ എന്ത് ചെയ്യാം, പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്കൊരു നമ്മളിപ്പോ നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ 196 സ്ക്വയർ ഓഫ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഏതാ വരുന്നുണ്ടായിരിക്കാം, ഓപ്ഷൻ സി അല്ലെ. ഇതിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മളെ ഈ പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഒരു കാര്യം പറഞ്ഞില്ലേ. അതായത് നമുക്ക് എന്താണ് 11, 12, 14, 16. അപ്പൊ നമുക്ക് ഇവിടെ നോക്കി അറിയാലോ, 1x1, 2x2, 4x4, 6x6. അപ്പൊ അതില് 14, 16 വരുള്ളൂ. പിന്നെ ബാക്കി നിങ്ങൾ നോക്കിയാൽ മതി. 15 വരുമ്പോഴേക്ക് തന്നെ നമുക്ക് അവിടെ മാറി 200 മീറ്റർ പോയി. അപ്പൊ 15 മീറ്റർ സംഖ്യയുള്ള വരില്ല, 14ന്റെ അത് വരുള്ളൂ അല്ലെ. പഠിച്ചു വെച്ചൊന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. The force of friction F is equal to mu r by 2 mu r and 2 mu r by r. ഈ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് mu എന്ന് പറയുന്നത്. അതുപോലെ തന്നെ r എന്ന് പറയുന്നത്, r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നോർമൽ റിയാക്ഷൻ ആണ് പറയുന്നത്. mu r by 3 അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഫ്രിക്ഷന്റെ കാര്യത്തില് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ F is equal to എന്താണ്, mu into r ആണ് കേട്ടോ. നമ്മൾ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ mu is equal to എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, F by r എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് തന്നെ, ഡയറക്റ്റ് ഇക്വേഷൻ ആണ് നമ്മുടെ. എനിക്ക് തോന്നുന്നത് നമ്മളെ ACD എക്സാംസ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ. ACD ജൂനിയർ സ്ട്രക്ട് ACD ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ജൂനിയർ സ്ട്രക്ട് ACDയുടെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം അതിലൊക്കെ ഈ നമ്മുടെ ഈ ഡെസിമൽസ് വരുന്ന ആൻസർ ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മളെ PSC ഇപ്പൊ ACD ആയിരിക്കും ബാക്കി എക്സാംസ് ഒന്നും ഡെസിമൽസ് വരുന്ന ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഡെസിമൽസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ജൂനിയർ സ്ട്രക്ട് ACD എനിക്ക് തോന്നുന്നു 8/2022 ക്വസ്റ്റ്യൻ കോഡ് തോന്നുന്നു. ജസ്റ്റ് അതും കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് കുറെ ക്വസ്റ്റ്യൻസ് കിട്ടും. നമ്മുടെ സിലബസിനകത്തുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് ചെയ്ത് നോക്കുക. ഈ ഡെസിമൽസ് വരുന്ന പ്രോബ്ലംസും കൂടെ ഒന്ന് ചെയ്തിട്ട് അതിന്റെ കൂടെ ഒന്ന് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ടൊമാറ്റോയായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്ത് ചെയ്യാം കേട്ടോ. Okay. Next, what is the value of 12 1/2 plus 12 1/3 plus 12 1/6? ഇത് PSC അല്ല, RRBയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 12 1/2 plus 12 1/3 plus 12 1/6. അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ കോമൺലി നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, അതിനകത്തൊക്കെ 12 ഉണ്ട്, 12 പുറത്തേക്ക് എടുക്കാം എന്നുള്ള കൺസെപ്റ്റിൽ പിന്നെ 12 into 1 plus 2 plus 1/3 plus 1/6 എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യും കേട്ടോ. തെറ്റായിട്ട് നമുക്കല്ല, പക്ഷെ നമുക്ക് ഒന്നുകൂടി നമ്മുടെ ഇതിനകത്ത് ഇതാണ് നമുക്കറിയാലോ, അതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആകുമ്പോൾ നമുക്ക് അങ്ങനെ പുറത്തേക്ക് എടുത്ത് ചെയ്യുന്നേ പറ്റില്ല. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ 12 അതായത് കോമൺലി ഉള്ള നമ്പറിനെല്ലാം പുറത്തേക്ക് എടുക്കാം. അപ്പൊ 12 + 12 + 12 അല്ലെ, കോമൺലി ഉള്ള നമ്പർ അതായിരുന്നു. പിന്നെ ഫ്രാക്ഷൻ ആയിട്ടുള്ള നമ്പറിനെല്ലാം ഒന്നിച്ച് എഴുതാം. ഇനി നമുക്ക് ആഡ് ചെയ്യാം 12 + 12 + 12. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിനെങ്ങനെ ചെയ്ത് സോൾവ് ചെയ്തിട്ട് പോകണം അല്ലെ. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഇതാണ്. സാധാരണ സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 12 × 2 24, 24 + 1 25/2 അല്ലെ, ഇങ്ങനെ നമുക്ക് കിട്ടും. അങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്ത് പോകണം. അപ്പൊ അതില്ലാതുള്ള ഒരു മെത്തേഡാണ് ഇപ്പൊ പറഞ്ഞത്. 12 + 12 + 12 അവിടെ നമുക്ക് കിട്ടി 3 × 12 36 അല്ലെ. അത് സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയുള്ളത് 1 + 2 1/12 1/2 12 അല്ലെ, 1/2 1/3 + 1/6 ആണ്. LCM എടുക്കാം 6 അല്ലെ. LCM എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. LCM എടുക്കാം 6. ഇവിടെ എന്താ കിട്ടുന്നുണ്ടാവുക, 2 ആണ്. അപ്പൊ 3 + 2 + 1 3 + 2 5 5 + 1 6 അല്ലെ. 6/6 1, അതായത് 36 + 1 36
7 കേട്ടോ. സിമ്പിൾ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അപ്പൊ അത് ഇതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ മിക്സ്ഡ് ഫ്രാക്ഷൻ മാറ്റണം. അപ്പൊ 25/2 നെക്സ്റ്റ് എന്താ വരിക, 12 into 3 36 plus 1 37/3 അല്ലെ. നെക്സ്റ്റ് എന്താ വരിക, 12 into 6 കിട്ടും 72 plus 73/6 അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെല്ലാം ആഡ് ചെയ്ത് വരണം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ടൈം ഇപ്പൊ കിട്ടിയപ്പോ തന്നെ വലിയ നമ്പറായി മാറി. അപ്പൊ വലിയ നമ്പർ ആകുമ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസും കൂടുതലാണ്, ടൈം കൺസ്യൂം ചെയ്യുന്നത് കൂടുതലായിരിക്കും. അപ്പൊ അതിനകത്ത് നമ്മൾ എന്താണ്, മിക്സ്ഡ് ഫ്രാക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന മിക്സ്ഡ് ആയിട്ടുള്ള കോമൺ നമ്പേഴ്സിന് പുറത്ത് എഴുതുക, ഫ്രാക്ഷൻ നമ്പേഴ്സിന് പുറത്ത് എഴുതുക, ജസ്റ്റ് 2 സെപ്പറേറ്റ് ചെയ്ത് ആഡ് ചെയ്യുക, എന്നിട്ട് ഒന്നിച്ച് ആഡ് ചെയ്യുക കേട്ടോ. ഒന്നിച്ച് ആഡ് ചെയ്യാൻ മറക്കരുത്. കാരണം ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്ന സംഖ്യ ഇങ്ങനെയാണ് വരുന്നത്. അതായത് നമ്മളിപ്പോ നമ്മൾ ഒന്നിച്ച് എഴുതുന്നുണ്ട്, അത് മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് തെറ്റിപ്പോയത്. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊന്ന് ഞാനത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിച്ചെടുക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്തു പറയാത്തത്. ഇങ്ങനെ എങ്ങാനും എഴുതി കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും തെറ്റാണ് കേട്ടോ. അതായത് ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് തെറ്റാണ്. കാരണം അവിടെ അത് ഒരിക്കലും അങ്ങനെ എഴുതാൻ പറ്റില്ല. 12 plus 1/2 എന്നുള്ളതാണ് അതിന്റെ മീനിങ് കേട്ടോ. അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ. 12 ഒക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കും ചെയ്യാം. അതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ് ഉള്ളത്. 12 plus 1/2 അതാണ് നമുക്ക് അതിന്റെ മീനിങ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ വെച്ചിട്ട് നമുക്ക് എഴുതാം കേട്ടോ. ഇത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞത് ഇപ്പൊ തന്നെ വായിച്ചോളാം. കാരണം അത് എവിടെയെങ്കിലും കണ്ടു എന്ന് എനിക്ക് ഓർമ്മ വരണ്ട, അത് നമുക്ക് ഒഴിവാക്കേണ്ട സാധനം കേട്ടോ. അത് ഇതാക്കണ്ട, അങ്ങനെ എഴുതാനേ പാടില്ല. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോകും. സോൾവ് 2 into x minus 3 equal to 3x plus 1 അറിയാലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ മൂന്നാമത്തെ ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. റിപ്പീറ്റേഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതുപോലത്തെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. കുറച്ചും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അതുകൊണ്ടാണ് അത് അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. നമ്മൾ എക്സാംസിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ്. 2x minus 6 equal to 3x plus 1. 2x ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ -x അല്ലെ. -x is equal to ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോ 7. അപ്പൊ x is equal to -7 കേട്ടോ. x is equal to -7. Which of the following is a square of an even number? ഇതിലേതായിരിക്കും? അപ്പൊ നമ്മൾ ഓൾറെഡി ആ ഒരു പ്രോപ്പർട്ടി പഠിച്ചു അല്ലെ. ഇതിലേതായിരിക്കും ഒരു ഈവൻ നമ്പറിന്റെ സ്ക്വയർ വരുന്നുണ്ടാവുക? ഓപ്ഷൻ എ. അതിലൊന്നും നോക്കാനില്ല അല്ലെ. കാരണം എന്താ പറഞ്ഞത്, ഒരു ഈവൻ നമ്പറിന്റെ സ്ക്വയർ എപ്പോഴും എന്തായിരിക്കും, ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അതിനകത്ത് ഒരു ഈവൻ നമ്പർ മാത്രമേ വരുന്നുള്ളൂ. 144 മാത്രമേ വരുന്നുള്ളൂ. 169, 441, 625 ഒന്നും ഈവൻ നമ്പർ അല്ല കേട്ടോ. അപ്പൊ അത് ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. സ്ക്വയർ റൂട്ടോ സ്ക്വയറോ കണ്ടുപിടിക്കേണ്ട ഒരു പ്രോബ്ലം ഒന്നും അല്ല. നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് അറിയോ എന്നുള്ളത് നോക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ്, ഫ്രിക്ഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ സ്മൂത്തനിങ് ഓഫ് കോൺടാക്ടിങ് സർഫസസ്, അപ്ലൈങ് ലൂബ്രിക്കന്റ് ഇൻ ബിറ്റ്വീൻ കോൺടാക്ട് സർഫസ്, ഇൻട്രൊഡ്യൂസിങ് മെറ്റീരിയൽ ഓഫ് ലോ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ഓൾ ഓഫ് ദ എബവ്. എന്താ വരുന്നുണ്ടായിരിക്കാം? ഫ്രിക്ഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ഓൾ ഓഫ് ദ എബവ് കേട്ടോ. എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം അല്ലെ. ഓൾ ഓഫ് ദ എബവ് ആണ് വരുന്നുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 13/9 is equal to 1/6 into dash. എങ്ങനെ കണ്ടുപിടിക്കാം? 13/9 is equal to 1/6 into dash അല്ലെ. ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെയുള്ള നമ്പർ എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ 13/9 is equal to 1/6 into dash. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് നമ്മൾ സാധാരണ എടുക്കുമ്പോൾ ഡിവൈഡ് ചെയ്യാണ് ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, നേരെ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ 13/9, അതായത് ആ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 13/9 ഇൻറ്റു എന്താ കിട്ടുക, 6/1 അല്ലെ. സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 3, ഇവിടെ 2. അപ്പോ 26/3 കേട്ടോ. 26/3 ആൻസർ ഓപ്ഷൻ സി, 26/3 കേട്ടോ. ഓക്കെ, ഇതൊക്കെ ജൂനിയർ ഡിസ്ട്രിക്ട് എസിന്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതിന് ആൻസർ ഉണ്ടായിരുന്നില്ല, ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ആൻസർ ഞാൻ അവിടെ കൊടുത്താണ്. 26/2 ഉണ്ടായിരുന്നുള്ള ആൻസർ, 26/3 ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ആൻസർ ഇപ്പൊ നമ്മൾ ചേഞ്ച് ചെയ്ത് തന്നാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴേ ചിലപ്പോൾ അത് ഇതാക്കാം കേട്ടോ. ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പെട്ടതാണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് A is to B is to C if A is to B is equal to 2 is to 3 and B is to C is equal to 4 is to 5 കേട്ടോ. റേഷ്യോ നമുക്ക് വരുന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാന്നുള്ളൂ. ഞാനത് ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തുന്നുള്ളൂ. ജസ്റ്റ് നമുക്ക് റേഷ്യോ നമുക്ക് പറയുന്നത്, നമുക്ക് ഫ്രാക്ഷനെ പറയുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തപ്പോൾ ഇതായതാണ്.
റേഷ്യോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാനുള്ളത് ഒന്നിച്ചാക്കിയിട്ട് ചെയ്താൽ മതി. A:B is equal to 2:3 and B:C is equal to 4:5 അല്ലേ? വേണ്ട, നമുക്കത് ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കാം. ഞാനത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫ്രാക്ഷൻ ഗിവൺ ബിലോ when added to 5/8 give 1? ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. വിച്ച് ഓഫ് ദ ഫ്രാക്ഷൻ ഗിവൺ ബിലോ when added to 5/8 to give 1? ഒന്ന് ആൻസർ കിട്ടാൻ വേണ്ടി 5/8നോട് ഇതിൽ ഏത് നമ്പർ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നുണ്ടാവുക? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. ഏത് നമ്പർ നമുക്ക് വരുന്നുണ്ടാവുക? എങ്ങനെ നമ്മൾ ചെയ്യാ? ഇത് 1 കിട്ടാൻ വേണ്ടിട്ട് എന്താ ചെയ്യാം? 1 - 5/8 ചെയ്താൽ പോരെ അല്ലെ? ഓക്കെ, 1 - 5/8 ചെയ്താൽ മതി. ഓപ്ഷൻ എ ആണ്. 1 - 5/8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടാം? 3/8. 3/8 അല്ലേ? 3/8 നമുക്ക് കുറച്ചും കൂടി കുറച്ച് ഓപ്ഷൻ എയും അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ സി ആണോ കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻ എ വരുമ്പോ ഇവിടെയും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അപ്പൊ 9/24 കിട്ടും കേട്ടോ. നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നുള്ളൂ? 6/24 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അത് തെറ്റല്ലേ? നമുക്ക് എന്താ വേണ്ടത്? 3/8 2 അല്ലേ? 6/16 ക്ലിയർ ആണല്ലോ? 6/16 കേട്ടോ. അപ്പൊ ആൻസർ ഡയറക്റ്റ് നമുക്ക് 3/8 ഓപ്ഷനിൽ തന്നിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അതിനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലൊരു ഓപ്ഷൻ ഉണ്ട് അല്ലെ? നമുക്കത് സിംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടും. അപ്പൊ നിങ്ങളിപ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ അങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷനിലേക്ക് എത്തിക്കാം കേട്ടോ. അതാണ് നല്ലത്, ഓപ്ഷനിലേക്ക് എത്തിക്കാൻ നല്ലത്. കാരണം നമ്മൾ ഓരോ ഓപ്ഷൻ എടുത്തിട്ട് അങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്ത് പോണേക്കാളും നല്ലത് ഓപ്ഷനിലേക്ക്. ഇപ്പൊ 6/24 നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 2 വെച്ച് കഴിഞ്ഞാൽ 3/12 അല്ലെ? 3/12 അതിന് വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1/4 ആണ് കിട്ടുക കേട്ടോ. ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത ഫോം എന്ന് പറയുന്നത് 1/4 ആണ്. 5/8ന്റെ 5/2 തന്നെയാണ് വരിക. 6/3ന്റെ 2 ആണ് വരിക അല്ലെ? 2/1. ഇവിടെ ആൻസർ 1/4 കേട്ടോ. സോറി, 6/60. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ നമ്പർ എൻഡിങ് in 9 will have the unit place of its square as 3916. ഏതാ വരുന്നുണ്ടാവുക? 1 അല്ലേ? നമ്പർ എൻഡിങ് 9 will have the unit place. 9 വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല. 9 × 9 81. അപ്പൊ യൂണിറ്റ് പ്ലേസ് എത്ര ആയിരിക്കും? 1 കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിപ്പോ എല്ലാ ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കി കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നോക്കി. അപ്പൊ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇതിനകത്ത് നിന്ന് വരുന്ന ഓൾമോസ്റ്റ് അല്ല, നമുക്കിപ്പോ പോർഷൻ അനുസരിച്ച് ഇതിനകത്ത് നിന്ന് പ്രീവിയസ് ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ളത്, പിന്നെ ആ പോർഷനിൽ നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു. അപ്പൊ അതിൽ നമ്മൾ ഓരോ ടോപ്പിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രാക്ഷന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്ത് പറയാം. ഫ്രാക്ഷന്റെ ഭാഗത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഈ ഫ്രാക്ഷൻ, കോമൺ ഫ്രാക്ഷൻ, ഡെസിമൽ ഫ്രാക്ഷൻ, ഇത് രണ്ടുണ്ട്. ഡെസിമൽ ഫ്രാക്ഷനെ കുറിച്ച് ഞാൻ കൊടുത്തില്ല, പക്ഷെ അത് നിങ്ങൾക്കറിയാലോ. കോമൺ ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഡെസിമൽ ഫ്രാക്ഷൻ നോക്കുക, കോമൺ ഫ്രാക്ഷൻ നോക്കുക. കോമൺ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂമറേറ്ററും ഒരു ഡിനോമിനേറ്ററും കൂടി ആയിട്ട് വരുന്ന കോമൺ ഫ്രാക്ഷൻസ്. അതിൽ തന്നെ 3 ടൈപ്പ്, പ്രോപ്പർ, ഇംപ്രോപ്പർ, മിക്സഡ്. ഇത് 3 നോക്കുക. മിക്സഡിന്റെ കൺവേർഷൻ എന്താണ് പ്രോപ്പർ എന്താണ് ഇംപ്രോപ്പർ നോക്കുക. അതിന്റെ ഒരു എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. പിന്നെ ഉള്ളത് അതിന്റെ ഓൾജിബ്രിക് ഇക്വേഷൻസ് അല്ലെങ്കിൽ നമ്മളെ അരിത്തമെറ്റിക് ഇക്വേഷൻസ്, ഓൾജിബ്രിക് അല്ല അരിത്തമെറ്റിക് ഇക്വേഷൻസ് നോക്കുക. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങളാണ് അതിനകത്ത് നിന്ന് നമുക്ക് പ്രധാനമായിട്ട് വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഒന്നാമത്തെ ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത്തെ സിലബസിനകത്ത് വരുന്നത് ഓക്കെ ഓൾജബ്ര വരുന്നുണ്ട്, പിന്നെ LCM-ഉം HCF-ഉം വരുന്നുണ്ട് അല്ലെ? അപ്പൊ അതിനൊക്കെ ഓൾജബ്ര നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതും മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ്, പിന്നെ ഓൾജബ്രിക് ഫോർമുലാസ് കുറച്ച് നോക്കി വെക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ടാവുക. ഇതൊക്കെ പ്രോബ്ലം ആയിരിക്കും പ്രധാനമായിട്ട് ചോദിക്കുക കേട്ടോ. ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയിരിക്കും, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. സ്ക്വയർ റൂട്ടിന്റെ കൺസെപ്റ്റിൽ അത് തന്നെ. സ്ക്വയർ റൂട്ടിന്റെ കൺസെപ്റ്റിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്
ഈ ഒരു പെർഫെക്റ്റ് സ്കോറിന്റെ ക്വസ്റ്റ്യൻസ് ആട്ടോ നമ്മളത് ഡിസ്കസ് ചെയ്തല്ലോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മെൻസുറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. സോളിഡ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ സോളിഡ്സ് പഠിക്കുമ്പോഴും എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്കറിയാലോ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നാ പറയുന്നത്. അപ്പൊ ബേസ് ഏരിയ പഠിക്കുമ്പോൾ നമ്മൾ എല്ലാത്തിന്റെ ഏരിയയുടെ ഇക്വേഷനും പഠിച്ചു വെക്കണം. അത് എല്ലാ ടൈപ്പ് കോർഡിനേറ്റേഴ്സും അതുപോലെ തന്നെ അതുപോലെ തന്നെ ട്രയാങ്കിൾസിന്റെ ഒക്കെ ഏരിയ പഠിച്ചു വെക്കാം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം. പിന്നെ ഫോഴ്സ്, പ്രഷർ, പിന്നെ ഉള്ളത് യൂണിറ്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളെ FPS, CGS അങ്ങനത്തെ സിസ്റ്റംസ് ഒക്കെ നോക്കിയിട്ട് പഠിച്ചു വെക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ചോദിക്കാം. പിന്നെ യൂണിറ്റ് കൺവേർഷൻ ഒക്കെ ചെറിയ ചെറിയ കൺവേർഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഒന്നും ഇൻഡെപ്തിലേക്ക് ആയിട്ട് പോകാൻ ചാൻസ് ഇല്ല. കാരണം നമുക്ക് എല്ലാം പറഞ്ഞില്ലേ, മൊത്തം എടുത്ത് പറയുന്ന ടോപ്പിക്കിനെയൊക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ മാർക്കിനൊക്കെ കൂടുതലായിട്ട് ടോപ്പിക്ക് കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാം ഡെപ്തിലേക്കൊന്നും പോകില്ല. പക്ഷെ ആ ഒരു കാര്യങ്ങളെല്ലാം കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആവുന്ന രീതിയിൽ പഠിച്ചു പോവുക. പ്രധാനമായിട്ട് അവർ എഴുതിയ പോയിന്റിന്റെ കൺസെപ്റ്റ് കേട്ടോ. പിന്നെ സിമ്പിൾ മെഷീൻ ആണ്. ലിവർ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ സിമ്പിൾ മെഷീൻസിനകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള സിമ്പിൾ മെഷീൻ എന്ന് സിലബസിന് വന്നിട്ട് പോലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ലിവറിന്റെ കൺസെപ്റ്റ് എന്നാണ് കേട്ടോ. പിന്നെ സിമ്പിൾ മെഷീൻസിന്റെ കൺസെപ്റ്റിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, വെലോസിറ്റി റേഷ്യോ, എഫിഷ്യൻസി, ഇത് തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അതിനുള്ള പ്രോബ്ലംസ്, അതിന്റെ ഒരു എന്താണ് ലോഡ്, എന്താണ് എഫേർട്ട്, എന്താണ് ഫുൾക്രം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ഓവറോൾ നമ്മൾ ആ ഒരു സിലബസിനകത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക, പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ കേട്ടോ. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടാ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടോപ്പിക്കായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ബേസ് ചോദിക്കുള്ളൂ കേട്ടോ. നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, അത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ 15 മാർക്കിന്റെ മോഡ്യൂളിനകത്ത് ഹാഫ് പോർഷൻ നമുക്ക് ഡ്രോയിങ് ആണ്, ബാക്കിയുള്ള ഹാഫ് പോർഷനെ വരുന്നുള്ളൂ. അപ്പൊ അതിന്ന് നമുക്ക് അത്രയും ടോപ്പിക് കൂടി തരുന്നതുകൊണ്ട് നമുക്ക് ബേസ് ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളൊരു എക്സാം സിലബസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ നമ്മളൊരു ക്വാളിഫിക്കേഷൻ ഇതെന്താ വരുന്നതെന്ന്. അപ്പൊ അതിനുള്ള ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗം എന്ന് പറയുന്നത് അത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ITIയിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതുപോലത്തെ ക്വസ്റ്റ്യൻസേ നമുക്ക് ചോദിക്കുള്ളൂ കേട്ടോ. നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഭാഗം. ഹീറ്റ് ട്രീറ്റ്മെന്റിൽ ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ട്രിബിലിറ്റി ഡയഗ്രാം, അതുപോലെ തന്നെ കാർബറൈസിങ്, പ്യുവർ അയണിന്റെ കൂളിംഗ് കർവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ഒരുപാട് നേരം ഉണ്ടാവത്തില്ല, നമുക്കൊരു 3/4 മണിക്കൂർ കൊണ്ട് തന്നെ തീർക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് പഠിക്കണം. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് ദി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് പ്യുവർ അയൺ? വാട്ട് ഈസ് ദി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് പ്യുവർ അയൺ? ലൈവിലുള്ള ഒരു ആൻസർ പറഞ്ഞേ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. വാട്ട് ഈസ് ദി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് പ്യുവർ അയൺ? പ്യുവർ അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 1535 ഡിഗ്രി സെൽഷ്യസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി 1535 ഡിഗ്രി സെൽഷ്യസ് പ്യുവർ അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ്. അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ കൂളിംഗ് കർവ് പറഞ്ഞിരുന്നു. ഇവിടെ നോക്കിയേ, ഇവിടെ 1539 ആണ് വന്നിരിക്കുന്നത് അല്ലേ. 1539 ആണ് മോർ ആക്യുറേറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷനിൽ ഏറ്റവും അടുത്തെടുക്കുന്നത് 1535 ആയതുകൊണ്ടാണ് അത് ആൻസർ എന്ന് പറയാൻ കാരണം. അപ്പോൾ നമുക്ക് പ്യുവർ അയൺ എടുത്തു കഴിഞ്ഞാൽ അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് കൂളിംഗ് കർവ് ആണല്ലേ, അത് ടൈം കൂടുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കൂളിംഗ് കർവായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ടെമ്പറേച്ചറിൽ എത്തുമ്പോഴാണ് ഇരുമ്പ് എന്ന് പറയുന്ന സാധനം ലിക്വിഡായിട്ട് മാറുന്നത്? 1539 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴാണ്. സോ ഇരുമ്പിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1539 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതാണ് മോർ ആക്യുറേറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷനിൽ 1535 ഉള്ളൂ, അതുകൊണ്ട് അത് ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യണം കേട്ടോ. അപ്പൊ ഈ ടെമ്പറേച്ചർ എല്ലാം പഠിച്ചോളണം കേട്ടോ. ഈ ടെമ്പറേച്ചർ എല്ലാം പഠിച്ചോളണം. ടെമ്പറേച്ചറുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1400 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴാണ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
1400 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴാണ് ഡെൽറ്റ അയൺ ഫോം ചെയ്യുന്നത്. അതിന്റെ സ്ട്രക്ചർ പഠിച്ചോളാം. അതിന് ബോഡി സെന്റേഡ് ക്യൂബിക് സ്ട്രക്ചർ ആണ്. ഓക്കെ, അതിന്റെ ലാറ്റസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ബോഡി സെന്റേഡ് ആണ്. ഇനി അതുപോലെ തന്നെ 910 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴാണ് ഹീറ്റ് ചെയ്യുമ്പോൾ 910 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴാണ് നമുക്ക് ഗാമ അയൺ ഉണ്ടാവുന്നത്. ഗാമ അയൺ. ഓക്കെ, 910 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിന്റെ മുകളിലേക്ക് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗാമ അയൺ ഉണ്ടാവും. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് FCC ആണ്. ഇതിന്റെ ഒഴികെ ബാക്കി എല്ലാം BCC സ്ട്രക്ചറാണ് കേട്ടോ. ഡെൽറ്റയ്ക്കും ആൽഫയ്ക്കൊക്കെ BCC ആണ്. എന്നാൽ ഗാമ അയണ് മാത്രമാണ് എന്തുള്ളൂ FCC സ്ട്രക്ചർ ഉള്ളത്. ഓക്കെ, ഇനി 768 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എന്താ? ക്യൂറി ടെമ്പറേച്ചർ. ഞാൻ പറഞ്ഞു ക്യൂറി ടെമ്പറേച്ചർ. ക്യൂറി ടെമ്പറേച്ചറിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ മുകളിൽ അയൺ എന്താകും? നോൺ മാഗ്നറ്റിക് ആവും. സാധാരണ നമ്മൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലുള്ള ഇരുമ്പിന്റെ അടുത്തൊരു മാഗ്നറ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ അട്രാക്ഷനോ റിപ്പൽഷനോ നടക്കും അല്ലേ? പക്ഷെ ആ ഇരുമ്പിനെ നമ്മൾ ചൂടാക്കി 768 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ല, നോൺ മാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, കാന്ത അടുത്ത് കൊണ്ട് വെച്ചാലും വച്ചില്ലെങ്കിലും ഒരു മരക്കഷ്ണം ഇരിക്കും പോലെ അത് വെറുതെ ഇരിക്കുള്ളൂ, അട്രാക്ഷൻ ഉണ്ടാവില്ല. സോ ദിസ് ടെമ്പറേച്ചർ ഇസ് നോൺ ആസ് ക്യൂറി ടെമ്പറേച്ചർ. അയൺ നോൺ മാഗ്നറ്റിക് ആവുന്ന ടെമ്പറേച്ചർ ആണ് 768 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ദെൻ അതിന്റെ താഴെ, അതായത് 910 ഡിഗ്രി സെൽഷ്യസിന് താഴെ ഇരുമ്പിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ആൽഫ അയൺ ആണ്. അതിന്റെ സ്ട്രക്ചർ ആൽഫ അയൺ ആണ്. അതിന്റെ ലാറ്റേസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് BCC ആണ് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ പഠിച്ചോളണം. ഓക്കെ, what is the kind of lattice in delta iron? What is the kind of lattice in delta iron? BCC. ഞാൻ പറഞ്ഞു എന്താ? BCC ആണ് അല്ലെ? ഡെൽറ്റ അയൺ ഇവിടെ ഗാമ അയണിൽ മാത്രമാണ് എന്താവുള്ളൂ FCC വരുള്ളൂ. ഗാമ അയണിന്റെ കേസിൽ മാത്രമേ FCC വരുള്ളൂ. ഡെൽറ്റ അയണിന്റെ കേസിൽ BCC ആണ്. അതുപോലെ ആൽഫ അയണിന്റെ കേസിലും സ്ട്രക്ചർ BCC ആണ്. What is the kind of lattice in gamma iron? FCC ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, FCC. ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം അഥവാ ട്രിപ്പിൾ ഡയഗ്രാം R ഡാഷ്. ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ റേറ്റ് എന്താ? ടോട്ടൽ ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ, ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ. ട്രിപ്പിൾ ഡയഗ്രത്തിന്റെ ഫുൾ ഫോം എന്താ? ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. ഓക്കെ, ഓപ്ഷൻ സി ട്രിപ്പിൾ ഡയഗ്രാം, ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ. ട്രിപ്പിൾ ഡയഗ്രത്തിന്റെ Y ആക്സിൽ ടൈം ആണ്, X ആക്സിൽ എന്താണ്? Y ആക്സിൽ ടെമ്പറേച്ചർ ആണ്, X ആക്സിൽ ടൈം ആണ്. സോ അതുകൊണ്ടാണ് ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. Which of the following is not a name for time temperature transformation diagram? ഒരു പേരല്ലാത്ത ഏതാ? ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രത്തിന്റെ പേരല്ലാത്ത ഏതാ? ഓപ്ഷൻ സി ആണ് ആൻസർ ട്ടാ. ഇതിനെ S കർവ് എന്ന് വിളിക്കും, C കർവ് എന്ന് വിളിക്കും കേട്ടോ. സിയുടെ ഷേപ്പില്ലേ, നമ്മൾ ആ നോസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ സിയുടെ ഷേപ്പ് കാണാൻ പറ്റും. അഞ്ചാം സമയത്ത് മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു എസിന്റെ ഷേപ്പ് അതിൽ കാണാൻ പറ്റും. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കോളറുടെ പേര് ബെയിൻ എന്ന് പറയുന്ന സ്കോളറാണ്. അതുകൊണ്ട് ബെയിൻസ് കർവ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. സോ ഇതൊക്കെ ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രത്തിന്റെ പേരുകളാണ്. Which of the following phase will be resulted when the transformation temperature of steel is more than 750 degrees Celsius? ഏത് ഫേസ് ആണ്? സ്റ്റീലിനെ നമ്മൾ 750 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഹീറ്റ് ചെയ്തു. സ്റ്റീലിനെ ഏത് ഫേസ് ഉണ്ടാവും? ഓസ്റ്റനൈറ്റ് ഉണ്ടാവും അല്ലെ? സ്റ്റീലിനെ നമ്മൾ 750 സ്റ്റീലിന്റെ എടുത്തു കഴിഞ്ഞാൽ, സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താ? 2.1% കുറവ് കാർബണുള്ള 2.1%നേക്കാൾ കുറവ് കാർബണുള്ള അയൺ കാർബൺ അലോയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റീൽ. അപ്പൊ സ്റ്റീലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റീൽ നമ്മൾ ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 750 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റീലിനെ 750 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഓസ്റ്റനൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് അത് മാറും. ഓസ്റ്റനൈറ്റ്. ഓക്കെ, സ്റ്റീലിന്റെ കേസാണ് പറയുന്നത് കേട്ടോ. നമ്മൾ അയൺ കാർബൺ ഡയഗ്രം പഠിച്ചിട്ടുള്ളതല്ലേ? അയൺ കാർബൺ ഡയഗ്രത്തിൽ
നമുക്ക് ഓസ്റ്റനൈറ്റ് എന്ന് പറയുന്ന ഫേസ് കാണാൻ പറ്റും അല്ലെ. അപ്പൊ സ്റ്റീലിന്റെ കേസിൽ 750 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഹീറ്റ് ചെയ്താലാണ് ഈ പറയുന്ന ഓസ്റ്റനൈറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓസ്റ്റനൈറ്റ് ആണ്. ഓസ്റ്റനൈറ്റ്. Which of the following phase will be resulted when the transformation temperature of the steel is in the range of 500 to 750 degree Celsius? അതായത് നമ്മുടെ ട്രിപ്പിൾ ടി ഡയഗ്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഒരു 750 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. 750. പിന്നെ കർവ് വരുന്നത് എങ്ങനെയാണ്? അല്ലെ, ഇങ്ങനെയാണ് ആ കർവ് വരുന്നത്. അപ്പൊ ഈ നോസ് സ്റ്റീലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നോസിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 500 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും കേട്ടോ. 500ന്റെ അടുത്തൊക്കെ ആയിരിക്കും ഈ നോസ് വരുന്നത്. ഈ ഭാഗത്ത് നമ്മൾ നോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മാർട്ടൻസൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 200 250. ഓക്കെ, 200 ഒക്കെ ആയിരിക്കും മാർട്ടൻസൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. സ്റ്റീലിന്റെ കേസിൽ ഓസ്റ്റനൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 750 മുകളിലാണ്. ഈ നോസ് വരുന്നത് ഏകദേശം 500 ഡിഗ്രി സെൽഷ്യസിന്റെ അടുത്ത് വെച്ചിട്ടാണ്. മാർട്ടൻസൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 200ലാണ്. ഓക്കെ, 200 300 ഒക്കെ വരും. എന്നാലും നിങ്ങൾ ഏകദേശം ആ നമ്പർ നോർത്തിരുന്നോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഫേസ് വിൽ ബി റിസൾട്ടഡ് when the transformation temperature of steel is in the range of 500 degree Celsius to 750 degree Celsius? നമ്മൾ പറഞ്ഞു 750 മുകളിലാണെങ്കിൽ ഓസ്റ്റനൈറ്റ് ആയിരിക്കും. 500നും 750നും ഇടയിൽ ഉണ്ടാകുന്ന സ്ട്രക്ചർ ഏതായിരിക്കും? ഈ ഏരിയയിൽ ഉണ്ടാകുന്ന സ്ട്രക്ചർ. So the following phase will be resulted when transformation temperature of the steel is in the range of 500 degree Celsius to 750 degree Celsius. അതായത് വേറെ ഒന്നുമല്ല, പെയർലൈറ്റ് ആണ്. പെയർലൈറ്റ് എന്നുള്ള പെയർലൈറ്റ് വന്നേ, നമ്മള് സ്റ്റീലിനെ ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്ത് ഓസ്റ്റനൈറ്റിക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് വരെ നമ്മൾ ഹീറ്റ് ചെയ്തു. എന്നിട്ട് അതിനെ കൂൾ ചെയ്യാണ്. അതിനെ കൂൾ ചെയ്ത് നമ്മൾ എന്താ ചെയ്തു? ഈ 750-നും 500-നും ഇടയിലുണ്ട് നിർത്തി. എന്നിട്ട് നമ്മൾ ആ ടെമ്പറേച്ചറിൽ സ്റ്റേ ചെയ്യാൻ അനുവദിക്കുകയാണ്. ആ ടെമ്പറേച്ചറിലുള്ള ഒരു സാൾട്ട് ബാത്തിലേക്ക് നമ്മുടെ ആ സ്റ്റീലിന്റെ പീസിനെ മുക്കിയിടുകയാണ്. ഓക്കെ, ഒരു 600 ഡിഗ്രി സെൽഷ്യസിലുള്ള സാൾട്ട് ബാത്തിലേക്ക്, അല്ലെങ്കിൽ 700 ഡിഗ്രി സെൽഷ്യസിലുള്ള സാൾട്ട് ബാത്തിലേക്ക് നമ്മൾ സ്റ്റീലിന്റെ പീസിനെ മുക്കിയിടും. അപ്പോൾ ആ ടെമ്പറേച്ചർ ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, പിന്നെ കുറെ നേരത്തേക്ക് ടെമ്പറേച്ചർ മാറ്റാതെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അവിടെ പെയർലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന തുടങ്ങും അല്ലേ. പെയർലൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. ആഫ്റ്റർ സം ടൈം പെയർലൈറ്റ് ഫിനിഷ് ആവും. ദാറ്റ് മീൻസ് കുറച്ചു നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റീലിന്റെ സ്ട്രക്ചർ എന്തായിട്ട് മാറും? പെയർലൈറ്റിക് സ്ട്രക്ചർ ആയിട്ട് മാറും. ഓക്കെ, പെയർലൈറ്റിക് സ്ട്രക്ചർ. അപ്പോൾ ഈ 750ന്റെ തൊട്ട് താഴെയാണെങ്കിൽ ഏത് പെയർലൈറ്റ് അത്? ഈ ഏരിയയിലുള്ള സ്ട്രക്ചർ ഏതായിരിക്കും? തൊട്ട് താഴെയുള്ള ഈ ഏരിയ കോഴ്സ് പെയർലൈറ്റ് ആണോ ഫൈൻ പെയർലൈറ്റ് ആണോ? കോഴ്സ് പെയർലൈറ്റ്. കോഴ്സ് പെയർലൈറ്റ് ആണ്. ഓക്കെ, ഏറ്റവും മുകളിലായിരിക്കും എന്ത്? കോഴ്സ് പെയർലൈറ്റ് ഉണ്ടാവുക. അതിന് അതിന്റെ നടുക്ക് എന്തായിരിക്കും? ഒരു മീഡിയം ഗ്രെയിനുള്ള പെയർലൈറ്റ് ആയിരിക്കും. അതിന്റെ താഴെ എന്തായിരിക്കും? ഫൈൻ പെയർലൈറ്റ് ആയിരിക്കും. ഇവിടെ ആയിരിക്കും കോഴ്സ് പെയർലൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാവുക. കോഴ്സ് പെയർലൈറ്റ്. താഴെ ഈ നോസിന്റെ മുകളിലായിട്ടുള്ള ഭാഗം അവിടെ ആയിരിക്കും എന്തുണ്ടാവുക? ഫൈൻ പെയർലൈറ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു 500-നും 750 ഡിഗ്രി സെൽഷ്യസിന് ഇടയിലുള്ള ടെമ്പറേച്ചറിലുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് പെയർലൈറ്റിക് സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, which of the following phase will be resulted when the transformation temperature of steel is in the range of 300 to 550 degree Celsius? 300 to 550 degree Celsius, അതായത് ഏകദേശം ഈ റേഞ്ചിൽ. അതായത് നോസിന്റെ താഴെ വരെ നമ്മൾ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഓസ്റ്റനൈറ്റ് ഫോം ചെയ്തിപ്പിച്ചിട്ട്, ഇപ്പൊ നമ്മൾ സ്റ്റീലിനെ നമ്മൾ ഹീറ്റ് ചെയ്തു, ഓസ്റ്റനൈറ്റ് സ്ട്രക്ചർ ഫോം ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കൂൾ ചെയ്യാണ്. കൂൾ ചെയ്ത് നമ്മൾ 500-നും 300-നും ഇടയിൽ കൊണ്ടുപോയി വെച്ചു.
എന്നിട്ട് അവിടെ വെച്ച് നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ, കുറെ നേരം ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു പ്രത്യേക തരം സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും, അത് ഫിനിഷ് ആവും. ആ ഉണ്ടാകുന്ന സ്ട്രക്ചർ നമ്മൾ എന്ത് വിളിക്കും, ബൈനൈറ്റ് എന്ന് വിളിക്കും. ബൈനൈറ്റ്. ഓക്കെ. അപ്പോൾ 500-നും 300-നും ഇടയിലാണെങ്കിൽ, 500-നും 300-നും ഇടയിലാണ് നമ്മുടെ സ്ട്രക്ചർ വരുന്നതെങ്കിൽ, ടെമ്പറേച്ചർ വരുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബൈനൈറ്റ് ആയിരിക്കും. ബൈനൈറ്റ്. ഓക്കെ. ഈ ബൈനൈറ്റ് ഫോം ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരെന്താന്ന് പറഞ്ഞേ? ഓസ് ടെമ്പറിംഗ്. ഓസ് ടെമ്പറിംഗ്. കേട്ടോ, അത് പലരും അറിയാൻ പാടില്ലാത്തൊരു ഓസ് ടെമ്പറിംഗ് എന്ന് പറഞ്ഞാൽ ഓസ്റ്റനൈറ്റ് ഫോം ചെയ്യുന്ന പ്രോസസ് എന്ന് എഴുതി വെക്കും. ഓസ് ടെമ്പറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസ് ടെമ്പറിംഗ് എന്താണ്? ബൈനൈറ്റ് ഫോം ചെയ്യുന്ന പ്രോസസ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Which of the following phase will be resulted when the transformation temperature of the steel is in the range of 100 to 300 degrees Celsius? അതായത് നമ്മൾ ട്രിബിലിറ്റി ഡയഗ്രത്തിൽ 100 to 300 ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് 100 to 300 ഡിഗ്രി സെൽഷ്യസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഒരു മാർട്ടൻസൈറ്റിക് സ്ട്രക്ചർ ഉണ്ടാവും. കേട്ടോ, അതായത് സ്റ്റീൽ നമ്മൾ 750 വരെ ഹീറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ ഇടയിൽ നിന്ന് കൂൾ ചെയ്യുന്നു 100 to 200 ഡിഗ്രി സെൽഷ്യസിലേക്കാണെങ്കിൽ മാർട്ടൻസൈറ്റിക് സ്ട്രക്ചർ ഉണ്ടാകും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് ദി ഹാർഡസ്റ്റ്? ഏത് സ്ട്രക്ചർ ആണ് ഏറ്റവും ഹാർഡസ്റ്റ്? മാർട്ടൻസൈറ്റ് ആണ് ഞാൻ പറഞ്ഞു. ഓക്കെ. ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ മാർട്ടൻസൈറ്റ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് ദി ഹാർഡസ്റ്റ് മൈക്രോ സ്ട്രക്ചർ ഇൻ അയൺ കാർബൺ ഡയഗ്രാം? സിമന്റൈറ്റ്. അയൺ കാർബൺ ഡയഗ്രത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാല് അത് സിമന്റൈറ്റ് ആണ്. സിമന്റൈറ്റ്. കേട്ടോ. എന്നാല് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള അയൺ കാർബൺ മൈക്രോ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർട്ടൻസൈറ്റ് ആണ്. ഓക്കെ. മാർട്ടൻസൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയൺ കാർബൺ ഡയഗ്രത്തിൽ കാണാൻ പറ്റത്തില്ല. ഓക്കെ. മാർട്ടൻസൈറ്റിന് നമുക്ക് അയൺ കാർബൺ ഡയഗ്രത്തിൽ കാണാൻ പറ്റത്തില്ല. കാരണം എന്താ? കാരണം അയൺ കാർബൺ ഡയഗ്രാം എന്ന് പറയുന്ന ഒരു ഇക്വിലിബ്രിയം ഡയഗ്രമാണ്. ഇക്വിലിബ്രിയം ഡയഗ്രമാണ്. അതായത് അവിടെ ടെമ്പറേച്ചർ നമ്മൾ കുറയ്ക്കുമ്പോൾ, ഹീറ്റ് ചെയ്തിട്ട് ടെമ്പറേച്ചർ കുറയ്ക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. ഓക്കെ. 750 വരെ ഹീറ്റ് ചെയ്തു, സ്റ്റീലിന് 750 മുകളിലേക്ക് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓസ്റ്റനൈറ്റ് ആവും. ഓക്കെ. പിന്നെ ഒരു ടെമ്പറേച്ചർ കുറയ്ക്കുന്നത്, കൂൾ ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. അതായത് 750-നെ 749 ആക്കും, 1 മണിക്കൂർ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യും, എന്നിട്ടാണ് 748 ആക്കുള്ളൂ. ഓക്കെ. സോ അങ്ങനെ ചെയ്ത എന്താ ഗുണം? അതിൻ്റെ അകത്തുള്ള കെമിക്കൽ ചേഞ്ചസ് ഒക്കെ, സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷമേ ടെമ്പറേച്ചർ അടുത്ത സ്റ്റെപ്പ് കുറയുള്ളൂ. ഓക്കെ. അപ്പൊ അതിന്റെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞ ശേഷമുള്ള സ്ട്രക്ചറുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്നാൽ ട്രിപ്പിൾ ടി ഡയഗ്രത്തിൽ അങ്ങനെയല്ല. നമ്മൾ റാപ്പിഡ് കൂളിംഗ് ആണ് അല്ലെ? ഏത് ടെമ്പറേച്ചറിലേക്കാണ് കൂൾ ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് ഒറ്റ കൂളിംഗ് ആണ്, സാൾട്ട് ബാത്ത് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അങ്ങനെ കൂൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മാർട്ടൻസൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ കിട്ടുള്ളൂ. വാട്ട് ഈസ് ദി മോസ്റ്റ് പോപ്പുലർ മെത്തേഡ് ഓഫ് ഡിറ്റർമൈനിങ് ദി ട്രിപ്പിൾ ടി ഡയഗ്രാം? എന്തായിരിക്കും അത്? സാൾട്ട് ബാത്ത് ടെക്നിക്കാണ്. എങ്ങനെയാണ് ട്രിപ്പിൾ ടി ഡയഗ്രാം വരയ്ക്കേണ്ടത് ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ? സാൾട്ട് ബാത്തിലേക്ക് ഇട്ടിട്ടാണ്. സാൾട്ട് ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നിങ്ങളുടെ മൈൻഡിലേക്ക് ഇത്രയും വന്നാൽ മതി. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള ഒരു ലിക്വിഡ്. ഓക്കെ. 600 ഡിഗ്രി സെൽഷ്യസിലുള്ള സാൾട്ട് ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിക്വിഡിന് 600 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു ഏതെങ്കിലും ഒരു അയണിന്റെ പീസ് ഇട്ട് കഴിഞ്ഞാൽ അത് 600 ഡിഗ്രി സെൽഷ്യസിൽ ഇങ്ങനെ നിലനിന്ന് പൊക്കോളും. ഓക്കെ. അവിടെ വേറെ കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡാണിത്. ഇൻ ഗിവൺ ട്രിപ്പിൾ ടി ഡയഗ്രാം വാട്ട് ഡസ് ദി കർവ് 1 ഡിനോട്ട്? എന്താ ഈ കർവ് 1 എന്താ പറയുന്നത്? സിമ്പിൾ അല്ലേ? ഈ പോയിന്റ് ഇതാണ് കർവ് 1. ഇതെന്തിനാ ഡിനോട്ട് ചെയ്യണേ? പേർലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ ആണ് അല്ലേ? അതായത് ഇവിടം വരെ എന്താ പേർലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ ആണ്. ഓക്കെ.
കർവ് 2 എന്താ? പെയർലൈറ്റ് ഫിനിഷ് ചെയ്യുന്ന ഏരിയ ആണ് അല്ലേ? പെയർലൈറ്റ് ഫിനിഷ് ചെയ്യുന്ന ഏരിയ ആണ്. ഈ 3 എന്താ? ത്രീ കർവ് 3 ഓസ്റ്റനൈറ്റ് ഫിനിഷ് ചെയ്യുന്നു. ഓസ്റ്റനൈറ്റ് ഫിനിഷ് ചെയ്യുന്ന ടെമ്പറേച്ചർ ബയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണോ? ബയനൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ്. ഓസ്റ്റനൈറ്റ് ഫിനിഷ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തെറ്റില്ല, പക്ഷെ ബയനൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയേണ്ടി വരും അല്ലേ? ഈ ജി എന്ന് പറയുന്ന ഏരിയയിൽ എന്താ സ്ട്രക്ചറിന്റെ അവസ്ഥ എന്താ? ഏത് സ്ട്രക്ചറാ ജി? ഫൈനായിട്ട് ഓസ്റ്റനൈറ്റ് ആണ്. ഓസ്റ്റനൈറ്റ് ആണ്. എന്ത് ഓസ്റ്റനൈറ്റ് ആണ്? അൺസ്റ്റേബിൾ ഓസ്റ്റനൈറ്റ് ആണ്, അല്ലെങ്കിൽ മെറ്റാസ്റ്റേബിൾ ഓസ്റ്റനൈറ്റ് എന്ന് പറയും. മെറ്റാസ്റ്റേബിൾ ഓസ്റ്റനൈറ്റ് അങ്ങനെ പറയാൻ കാരണം എന്താ അറിയാമോ? ഈ ഓസ്റ്റനൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ 750 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അത്രയും ടെമ്പറേച്ചർ ഉണ്ടെങ്കിലാണ് അതിന് സ്റ്റെബിലിറ്റി ഉള്ളൂ, ആ സ്ട്രക്ചർ നിലനിൽക്കുള്ളൂ. അതിന്റെ താഴെ ഉള്ള ടെമ്പറേച്ചറിൽ ഓസ്റ്റനൈറ്റ് എന്താണ്? അൺസ്റ്റേബിൾ ആണ്. ഈ ജി എന്ന് പറയുന്ന റീജിയൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ 750 നിന്ന് പെട്ടെന്ന് നമ്മൾ റാപ്പിഡ് ആയിട്ട് നമ്മൾ കൂൾ ചെയ്യുന്ന വിചാരിക്കാം. ഇത് 750 ഒരു സ്റ്റീലിന്റെ ഒരു പീസ്. അത് ഞാൻ റാപ്പിഡായിട്ട്, അതായത് വളരെ ടൈം കുറച്ചുകൊണ്ട്, അല്ല മിനിമം ടൈമിൽ 1 സെക്കൻഡ് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു 400 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ആ ടൈമിൽ അതിന്റെ അകത്തുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓസ്റ്റനൈറ്റിക് സ്ട്രക്ചർ തന്നെയായിരിക്കും. ആ സ്റ്റീലിന്റെ അകത്തുള്ള സ്ട്രക്ചർ ഓസ്റ്റനൈറ്റിക് സ്ട്രക്ചർ ആയിരിക്കും. പക്ഷെ അത് എന്തല്ല? സ്റ്റേബിൾ അല്ല. ഞാൻ ആ ടെമ്പറേച്ചർ നിലനിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കും, ആ സ്ട്രക്ചറിൽ ചെറിയ ചെറിയ ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെയൊക്കെ ഓസ്റ്റനൈറ്റ് എന്നുള്ള സ്ട്രക്ചറാ. ഒരു പർട്ടിക്കുലർ സമയം എത്തിക്കഴിഞ്ഞാൽ, ആഫ്റ്റർ സം ടൈം, ഒരു പർട്ടിക്കുലർ സമയം എത്തിക്കഴിഞ്ഞാൽ ആ ഓസ്റ്റനൈറ്റിക് സ്ട്രക്ചർ എന്താവും? ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതായത് ബൈനൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ഇവിടെ. ബൈനൈറ്റ് സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യും. ആഫ്റ്റർ സം ടൈം ബൈനൈറ്റ് എന്നുള്ള സ്ട്രക്ചറിലേക്ക് മാറും കംപ്ലീറ്റ് ആയിട്ട്. അതിന്റെ അകത്തുള്ള ആറ്റത്തിന്റെ സ്ട്രക്ചർ ബൈനൈറ്റിക് സ്ട്രക്ചർ ആയിട്ട് മാറും. ഓക്കെ, ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ബൈനൈറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. കർവ് 5 എന്ന് പറയുന്നത് എന്താണ്? ബൈനൈറ്റ് ഫിനിഷിംഗ് പോയിന്റ് ആണ്. ബൈനൈറ്റ് ഫിനിഷിംഗ് പോയിന്റ്. ജി എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞേ? ജി എന്ന് പറയുന്ന ഏരിയയിൽ എന്താ അവസ്ഥ? മൈക്രോ സ്ട്രക്ചറിന്റെ അവസ്ഥ എന്താ? അൺസ്റ്റേബിൾ ഓസ്റ്റനൈറ്റ്. അൺസ്റ്റേബിൾ ഓസ്റ്റനൈറ്റ് ആണ്. ഓക്കെ, എ എന്ന് പറയുന്ന ഏരിയയിലോ? സ്റ്റേബിൾ ഓസ്റ്റനൈറ്റ് അല്ല, അവിടെയും അൺസ്റ്റേബിൾ ഓസ്റ്റനൈറ്റ് ആണ് കേട്ടോ. ഈ A1 ലൈൻ കണ്ടോ? ഇതാണ് 750 ഡിഗ്രി സെൽഷ്യസിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ. ഇതിന്റെ മുകളിലേക്കാണ് ഓസ്റ്റനൈറ്റ് സ്റ്റേബിൾ ആകുന്നത് കേട്ടോ. ഇതും അൺസ്റ്റേബിൾ ഓസ്റ്റനൈറ്റ് ആണ്, ഇതും അൺസ്റ്റേബിൾ ഓസ്റ്റനൈറ്റ് ആണ്. ഇനി 6 എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ. 6 എന്താ? സിക്സ് എന്ന് പറയുന്ന കർവ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മാർട്ടൻസൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. ഓക്കെ, 7 എന്താ? മാർട്ടൻസൈറ്റ് ഫിനിഷ്. 4 എന്തായിരിക്കും അപ്പൊ? ഫിഫ്റ്റി 50% മാർട്ടൻസൈറ്റ്. ഓക്കെ, ഇനി ബിയും സിയും ഡി എന്താ അറിയാലോ. ബി എന്ന് പറഞ്ഞാൽ എന്താ? ക്വാർട്സ് പെയർലൈറ്റ്. കോഴ്സ് പെയർലൈറ്റ്. ഡി എന്താ? ഫൈൻ പെയർലൈറ്റ്. ഫൈൻ പെയർലൈറ്റ്. ഓക്കെ, ഇയും എഫും എന്താണ്? നമ്മുടെ ബൈനൈറ്റ് ആണ്. ഈ നമുക്ക് വേണമെങ്കിൽ അപ്പർ ബൈനൈറ്റ് എന്ന് പറയാം. അപ്പർ ബൈനൈറ്റ്. ഓക്കെ, ഇതിനെ നമുക്ക് ലോവർ ബൈനൈറ്റ് എന്ന് പറയാം. ലോവർ ബൈനൈറ്റ് കേട്ടോ. അപ്പൊ അത്രയാണ് അവിടെ നിന്നുള്ളത്. ഇനി ഇത് ബേസ് ചെയ്ത് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഇൻ ദി ഗിവൺ ട്രിപ്പിൾ ഡയഗ്രാം വാട്ട് ഡു ദി റീജിയൻ ബി സി ഡി റെപ്രസെന്റ്സ് റെസ്പെക്റ്റീവ്ലി? അറിയാലോ, ബി സി ഡി. ഏറ്റവും അപ്പറിൽ എന്തായിരിക്കും? കോഴ്സ് പെയർലൈറ്റ്. ഓക്കെ, മീഡിയം, ദെൻ ഫൈൻ പെയർലൈറ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ. വാട്ട് ഡസ് ദി റീജിയൻ ഇ ആൻഡ് എഫ് ഡിനോട്ട്? എന്താണ്? അപ്പർ ബൈനൈറ്റ്, ലോവർ അപ്പർ ബൈനൈറ്റ് ആൻഡ് ലോവർ ബൈനൈറ്റ്. Then what does the region G denote?
മെറ്റാസ്റ്റേബിൾ ഓസ്റ്റിനേറ്റ്. മെറ്റാസ്റ്റേബിൾ ഓസ്റ്റിനേറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ അൺസ്റ്റേബിൾ ഓസ്റ്റിനേറ്റ് എന്നായിരിക്കും ഓപ്ഷൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? വായിച്ചു നോക്കിയേ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി അല്ലെ, അയൺ കാർബൺ ഡയഗ്രം ഈസ് ഇക്വിലിബ്രിയം ഡയഗ്രം ബട്ട് ട്രിപ്പിൾ ടി ഡയഗ്രം ഈസ് എ നോൺ ഇക്വിലിബ്രിയം ഡയഗ്രം. Gauss tempering is employed to obtain. ഓപ്ഷൻ ബി. Gauss tempering എന്തിനാണ്? Gauss tempering എന്തിനായിരുന്നു? ബേനൈറ്റ് ഫോം ചെയ്യാം. ബേനൈറ്റ് ഫോം ചെയ്യാൻ. ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. 100% ബൈനൈറ്റിക് സ്ട്രക്ചർ, 50% മാർട്ടൻസൈറ്റിക് ആൻഡ് 50% ബൈനൈറ്റിക് സ്ട്രക്ചർ. ഏതാ ആൻസർ? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ബി അല്ലേ. ഗോസ് ടെമ്പറിംഗിൽ എപ്പോഴെങ്കിലും മാർട്ടൻസൈറ്റ് ഫോം ചെയ്യണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ. മാർട്ടൻസൈറ്റ് ഫോം ചെയ്യണമെങ്കിൽ നേരെ എന്ത് ചെയ്യണം, നമ്മൾ 100 താഴേലേക്ക് കൊണ്ടുവരും. കംപ്ലീറ്റ് മാർട്ടൻസൈറ്റ് ആണെങ്കിൽ അല്ലേ, മാർട്ടംബറിങ് ചെയ്യണം. ഇവിടെ നമ്മൾ ഒരിക്കലും ബൈനൈറ്റ് ഗോസ് ടെമ്പറിംഗ് എന്ന് പറയുന്ന പരിപാടിയിൽ ഒരിക്കലും മാർട്ടൻസൈറ്റ് ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുന്നില്ല. നമ്മൾ അതിന്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ്. നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ അല്പം കൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് തോന്നും. ഇത് ആൻസർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. 100% ബൈനൈറ്റിക് സ്ട്രക്ചർ ആണ് ഗോസ് ടെമ്പറിംഗ് വഴി ഉണ്ടാക്കുന്നത് കേട്ടോ. 100% ബൈനൈറ്റിക് സ്ട്രക്ചർ ആണ് ഗോസ് ടെമ്പറിംഗ് വഴി ഉണ്ടാകുന്നത്. Tempering of quenched martensitic steel is necessary to improve the tempering. എന്തിനാ ചെയ്യുന്നത്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി എന്താ? ഡക്റ്റിലിറ്റി ഓഫ് ദി മെറ്റൽ. ഓപ്ഷൻസ് വായിച്ചോക്കെ. ഹാർഡ്നെസ് ഓഫ് ദി മെറ്റൽ. ടെമ്പറിംഗ് ഒരിക്കലും ഹാർഡ്നെസ് ഇംപ്രൂവ് ചെയ്യില്ല, ഇത് ഹാർഡ്നെസ് റെഡ്യൂസ് ചെയ്യുള്ളൂ. സർഫസ് ടെക്സ്ചർ ഓഫ് ദി മെറ്റൽ. ടെമ്പറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് സർഫസ് ടെക്സ്ചറുമായിട്ട് യാതൊരു ബന്ധമില്ല. അതിന് കൊറോഷൻ റെസിസ്റ്റൻസുമായിട്ടും യാതൊരു ബന്ധമില്ല. ഡക്റ്റിലിറ്റി ഇംപ്രൂവ് ചെയ്യും കേട്ടോ. ടെമ്പറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ്നെസ് കുറയും, ഡക്റ്റിലിറ്റി കൂട്ടും. ഇനി ഒരു മാച്ച് ദി ഫോളോവിംഗ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ ഈ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടാണ്, കാർബറൈസിംഗുമായി ബന്ധപ്പെട്ട്. പാക്ക് കാർബറൈസിംഗ് ഉണ്ട്, ഗ്യാസ് കാർബറൈസിംഗ് ഉണ്ട്, സയനൈഡിങ് ഉണ്ട്, നൈട്രേഡിങ് ഉണ്ട്. ആണ് ABCD കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ? അമോണിയ ഗ്യാസ്, സോഡിയം സയനൈഡ്, കാർബറൈസിംഗ്, ഈതേ. ഇത് മാച്ച് ചെയ്യാൻ പറ്റാൻ നോക്കി. പാക്ക് കാർബറൈസിംഗ് ഏതായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും? പാക്ക് കാർബറൈസിംഗ്. ഓപ്ഷൻ എ. പാക്ക് കാർബറൈസിംഗിൽ നമ്മൾ അമോണിയ ഗ്യാസ് ഉപയോഗിക്കാം. ഓപ്ഷൻ എ. ഓക്കെ. പാക്ക് കാർബറൈസിംഗിൽ നമ്മൾ എന്താണ്? പാക്ക് കാർബറൈസിംഗ് എന്ന് പറയുന്നത് കാർബറൈസിംഗ് ടെക്നിക്കാണ് അല്ലെ. ഗ്യാസ് കാർബറൈസിംഗിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാ? ഈഥെയ്ൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? H6 ആണ്. യെസ്, C2H6 ആണ് എന്ത്? ഈഥെയ്ൻ എന്ന് പറയുന്നത്. സോ അത് എന്താണ്? കാർബൺ റിച്ച് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. ഓക്കെ. സയനൈഡിങ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? സോഡിയം സയനൈഡാണ് ഉപയോഗിക്കുന്നത്. സോഡിയം സയനൈഡ്. ഓക്കെ. നൈട്രേഡിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? അമോണിയ ഗ്യാസ് ആണ്. അമോണിയ ഗ്യാസ് കേട്ടോ. അമോണിയയുടെ കെമിക്കൽ ഫോർമുല എന്താ? NH3. സോ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ എ അല്ലേ. C2D1. യെസ്, ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ. സോ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തത് ഈ ട്രിപ്പിൾ ടി ഡയഗ്രവും മറ്റേ കൂളിംഗ് കർവും ആണ്. അപ്പൊ അതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എല്ലാം ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നായിരിക്കും. ഓക്കെ. ഇതിൽ കൂടുതൽ ഇവിടെ നിന്നൊന്നും ചോദിക്കാനില്ല തന്നെ. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ടോപ്പിക് എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആരെങ്കിലും? സാറേ ഒരു ഡൗട്ട് ഉണ്ട്. നമ്മൾ ഈ 9-10 ഡിഗ്രി സെൽഷ്യസിൽ അതും അതുപോലെ ഈ
723 ഡിഗ്രി സെൽഷ്യസിന് ഇടയ്ക്ക് എന്താണ് ഈ സ്റ്റീലിന് സംഭവിക്കുന്നത്? ഒന്നുകൂടെ പറഞ്ഞാൽ കേട്ടില്ല. അതായത് 910 ഡിഗ്രി സെൽഷ്യസിനും 721 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്ക് സ്റ്റീലിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? അതായത് നമ്മുടെ കൂളിംഗ് കർവാണ് ഉദ്ദേശിച്ചത്. കൂളിംഗ് കർവ് അല്ല ഉദ്ദേശിച്ച ഈ ഇക്വിലിബ്രിയം ഡയഗ്രത്തില് എന്താണ് എന്തെങ്കിലും, അതായത് ഇപ്പൊ ഒരു ഫോർജിങ് ചെയ്യുമ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടത് 910 ഡിഗ്രി സെൽഷ്യസിനും 723 ഇടയ്ക്കാന്ന് പറയുന്നുണ്ട്. അത് അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ട ചോദിച്ചത്. ഈ 910 ഡിഗ്രി സെൽഷ്യസിലും 720 723 അതായത് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ ആണല്ലോ. അവിടെ എന്തെങ്കിലും ഫിനിഷ് ചെയ്ത് നിർത്തേണ്ടത് അതിന്റെ ഇടയ്ക്കാന്ന് പറയുന്നുണ്ട് ഈ ഫോർജിങ്ങില്. അതാ ചോദിച്ചത്. ഫോർജിങ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ടെമ്പറേച്ചർ അതിന്റെ മുകളിലേക്ക് ടെമ്പറേച്ചർ കൊണ്ടുവരരുത് എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഈ 723 താഴത്തേക്ക് പോകരുത് ടെമ്പറേച്ചർ. ഫോർജിങ് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ഈ പറയുന്ന ഹൈ ടെമ്പറേച്ചർ ഫോർജിങ് എന്ന് പറയുന്ന ഫോർജിങ് ഉണ്ട്. അതിലാണ് ഈ 723 മുകളിലേക്ക് നമ്മൾ ഫോർജ് ചെയ്യുന്നത്. അപ്പൊ നമ്മളതിന് ഹൈ ടെമ്പറേച്ചർ ഫോർജിങ് എന്നാണ് ആക്ച്വലി പറയുന്നത്. അപ്പൊ ഈ ടെമ്പറേച്ചറിൽ, അതായത് നമ്മുടെ പ്യൂർ അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1535 ആണ്. ഇതിന്റെ പകുതി ആയിരിക്കും ഈ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് 750 ഡിഗ്രി സെൽഷ്യസ് റേഞ്ചിൽ നമ്മൾ ഈ അയണിനെയോ അതുപോലെ തന്നെ സ്റ്റീലിനെയോ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റീക്രിസ്റ്റലൈസേഷൻ സംഭവിക്കും. റീക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നിലവിലുള്ള ക്രിസ്റ്റൽസ് ഒക്കെ ഒന്ന് ലൂസാവും. പുതിയ ക്രിസ്റ്റൽസ് ഫോം ചെയ്യാൻ അതിനൊരു പ്രിപ്പറേഷൻ കിട്ടും, അല്ലെങ്കിൽ അത് തയ്യാറെടുക്കും. അപ്പൊ ഈ ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫോർജ് ചെയ്യുന്നത്. ഓക്കെ, ഈ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ഹാമർ ചെയ്യും. കാരണം എന്താ, ഈ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റീക്രിസ്റ്റലൈസേഷൻ ഉണ്ടായി, നിലവിലുള്ള ക്രിസ്റ്റൽസ് ഒക്കെ റീഅറേഞ്ച് ചെയ്തു, പുതിയൊരു ക്രിസ്റ്റൽ ഉണ്ടാവാൻ അതിന് തയ്യാറെടുക്കുകയാണ്. അപ്പൊ ഇത്രയും ചൂടാക്കിയിട്ട് നമ്മൾ അതിന് ഡീഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡീഫോർമേഷൻ നടക്കും. ഓക്കെ, അതാണ് ഈ ടെമ്പറേച്ചറിന്റെ പ്രത്യേകത. റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ ആണ്, അല്ലാതെ അവർ വേറൊരു സിഗ്നിഫിക്കൻസ് വരുന്നില്ല കേട്ടോ. താങ്ക് യു.